Hello students, Happy New Year. So, ഇന്നലെ നമ്മുടെ CA ഫൗണ്ടേഷന്റെ ഫസ്റ്റ് എക്സാമിനേഷൻ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് അക്കൗണ്ടിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ സ്റ്റുഡൻസും അവരവരുടെ റിവ്യൂ, ഇറ്റ് വാസ് ഓക്കെ, നോട്ട് എ ബാഡ് പേപ്പർ, ഇറ്റ് വാസ് എ ലെങ്തി പേപ്പർ എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു. Now, as a faculty of Transparent Academy, I'm here to review, to make a detailed analysis of yesterday's examination, our accountancy paper. Okay, and as far as I am concerned, yes, it was a lengthy paper. കഴിഞ്ഞ previous year RTP ആയിക്കോട്ടെ MTP ആയിക്കോട്ടെ previous year question papers pattern ഒക്കെ നോക്കി കഴിഞ്ഞാലും ഇത്രയും lengthy എന്നുള്ളത് ഉണ്ടായിട്ടില്ല അല്ലേ. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ കൺസൈൻമെന്റ് ഒക്കെ 10 മാർക്സിന് വരും, അറ്റ്ലീസ്റ്റ് മിനിമം 10 മാർക്സിനെങ്കിലും വരും എന്ന് വിചാരിച്ചത് 5 മാർക്സിന് വന്നിരിക്കുന്നു. സോ അത് തന്നെ ഇറ്റ് വാസ് ലൈക്ക് ഓക്കെ എന്നുള്ള ഒരു ഹിറ്റ് ബാക്ക് പോലെയാണ്. But it was a lengthy paper, it is not a difficult paper. അല്ലെ, ഇത് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ഒരു പേപ്പർ അല്ല. അഫ്കോഴ്സ് ലെങ്തി പേപ്പർ എന്നുള്ളതാണ്. കൂടെ കിട്ടുന്ന റിവ്യൂസിലും ആസ് എ ഫാക്കൽറ്റി ഞാൻ അനലൈസ് ചെയ്തതിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇതൊരു ലെങ്തി പേപ്പർ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം 10 മാർക്സ് 5 മാർക്സ് എന്ന് വെച്ചിട്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്ന കാരണം കൊണ്ട്, ആസ് യു നോ, അക്കൗണ്ടൻസി നമുക്ക് ഫോർമാറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ കാര്യങ്ങൾക്കും വരച്ചെന്നെ ചെയ്യണം. ഫോർമാറ്റ് മാറ്റേഴ്സ്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് വരച്ച് ചെയ്യുമ്പോഴേക്കും തന്നെ ഒരു മേജർ ടൈം അതിന് പോകും എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് നമുക്ക് നിഷേധിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇത് തന്നെയാണ്, ലെങ്തി പേപ്പർ തന്നെയാണ്. ബട്ട് ഇറ്റ് വാസ് എൻ ഈസി പേപ്പർ ടു, ബിക്കോസ് പഠിച്ച എല്ലാ കാര്യങ്ങളും തന്നെയാണ് വന്നിരിക്കുന്നത്. ഒന്നും ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ സിലബസ് എന്നുള്ള ബേസിലൊന്നും നമുക്ക് വന്നിട്ടില്ല. പിന്നെ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല, ടൈം കിട്ടിയില്ല, മാനേജ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്ന ചില സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റെപ്സിന് പോലും മാർക്ക് ഉണ്ട്, ആൻഡ് ദാറ്റ് മാറ്റേഴ്സ്. ഓക്കെ, അപ്പോ നമുക്ക് സമയം കടത്തണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വേഗം ക്വിക്ക് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് അനലൈസ് ചെയ്ത് എന്തൊക്കെ എങ്ങനെയൊക്കെ ആൻസർ വരും എന്നുള്ളത് വേഗം നമുക്ക് ചെയ്തു പോവാം. സോ ലെറ്റ്സ് ബിഗിൻ. സോ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ മുന്നിലുണ്ട്. ആസ് യൂഷ്വൽ അറിയാലോ, പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ്. ഫസ്റ്റ് 1A എന്നുള്ളത് ഓഫ് കോഴ്സ് ട്രൂ ഓർ ഫോൾസ് പാറ്റേൺ തന്നെയാണ്. അത് എന്തൊക്കെയാണ് നമുക്ക് വേഗം ഒന്ന് വിലയിരുത്താം. ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മസ്റ്റ് ഡിസ്ക്ലോസ് ഓൾ ദ റെലവന്റ് ആൻഡ് റിലയബിൾ ഇൻഫർമേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ. അല്ലെ, ഇതിൽ പറയുന്ന കാര്യം എന്താ, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എല്ലാ റെലവന്റ് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനെയും പ്രസന്റ് ചെയ്യണം ആസ് പെർ ദ ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ ആണ്. ട്രൂ. Why? What is the reason? Because in order to ascertain the profitability as well as the financial soundness of the enterprise, we need to disclose all the relevant as well as reliable information. Proper ആയിട്ടുള്ള explanation കൊടുക്കേണ്ടത് must ആണ്. Okay, and second one. So the first answer is true, and the second one, the gain from sale of capital asset is added to revenue to ascertain the net profit of the business. ഇതാണ് ഇതിന്റെ ഹിന്റ്. അല്ലെ, നമ്മൾ ക്യാപിറ്റൽ അസറ്റ് വിറ്റിട്ട്, ഫോർ എക്സാമ്പിൾ ഫർണിച്ചർ ആവാം, ലാൻഡ് ആവാം, ബിൽഡിംഗ് ആവാം, ഇത് വിറ്റിട്ട് കിട്ടുന്ന ഗെയിൻ വിൽ ബി ആഡഡ് ടു റവന്യൂ. ദാറ്റ് ടു എന്തിനു വേണ്ടിയിട്ട്? ടു അസർട്ടൈൻ ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്. ഈസ് ദാറ്റ് സോ? നോ, നോട്ട് അറ്റ് ഓൾ. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താ? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലല്ലോ അത്. നോൺ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാം, ഗെയിൻ ആഡ് ചെയ്ത് കാണിക്കാം. സ്വാഭാവികമായിട്ട് ഒരു ഡൗട്ട് വരും നിങ്ങൾക്ക്, P&L അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് നമ്മൾ കാണിക്കാറുണ്ടല്ലോ, ഗെയിൻ ഓൺ സെയിൽ ഓഫ് അസറ്റ് എന്ന് കാണിക്കാറുണ്ട്. ഐ എം സെയിങ് നോൺ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഗെയിൻ ഫ്രം സെയിൽ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ആഡ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ നെറ്റ് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഒരിക്കലും ആഡ് ചെയ്യുന്നത്. സോ ആൻസർ ഇസ് ഫോൾസ്. ഓക്കെ, ഫോൾസ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നൗ ദ തേർഡ് വൺ. Depreciation is non-cash and non-operating expense which is to be provided for if there are profits. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു ഡിപ്രീസിയേഷൻ ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് തന്നെയാണ്. ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണോ എന്ന് ചോദിച്ചാൽ ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ആൻഡ് വിച്ച് ഇസ് ടു ബി പ്രൊവൈഡഡ് ഫോർ ഇഫ് there are profits എന്നാണ് പറയുന്നത്. ലാഭം ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കേണ്ട ഒന്നാണോ ഡിപ്രീസിയേഷൻ? ഒരിക്കലുമല്ല. ഡിപ്രീസിയേഷൻ is also a charge against profit. Irrespective of whether the firm is having profit or loss, depreciation has to be provided. അപ്പൊ ആൻസർ false ആണ്. Statement is false. Okay, ഇനി അടുത്തത് നോക്കിക്കോളൂ. Sum of the year digit method is an example of accelerated method of charging depreciation. Yes, of course, it is true. Accelerated method of
ചാർജിങ് ഡിപ്രീസിയേഷന്റെ ഒരു ഉദാഹരണമാണ് സം ഓഫ് ദി ഇയർ ഡിജിറ്റ് മെത്തേഡും അതേപോലെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആയിക്കോട്ടെ, ഈവൻ ഡബിൾ ഡിക്ലൈനിങ് മെത്തേഡ് ആയിക്കോട്ടെ, അങ്ങനെ പലതരം മെത്തേഡ് ഉണ്ടല്ലോ. അതിൽ ആക്സിലറേറ്റഡ് മെത്തേഡ് ഓഫ് ചാർജിങ് ഡിപ്രീസിയേഷന്റെ ഒരു ഉദാഹരണം തന്നെയാണ് എന്ത് സം ഓഫ് ദി ഇയർ ഡിജിറ്റ് മെത്തേഡ്. സോ ദ ആൻസർ ഇസ് ട്രൂ. Now next one, inauguration expenses of rupees 10 lakhs incurred on the new unit in an existing business is a capital expenditure. ഇത് ഭൂരിപക്ഷം സ്റ്റുഡൻസ് എന്നോട് പറഞ്ഞൊരു കാര്യം, ഇതൊരു വലിയൊരു എമൗണ്ട് അല്ലേ, സ്വാഭാവികമായിട്ട് ഇതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലേ എന്നുള്ളതാണ്. ബട്ട് ദ ആൻസർ ഇസ് ഫോൾസ്. ഇറ്റ് ഇസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ ആക്ച്വലി. ഒന്ന് ആലോചിച്ച് നോക്കൂ മക്കളെ, ഓൾറെഡി ഉള്ള ബിസിനസ് അതിന്റെ ഒരു യൂണിറ്റ് കൂട്ടുന്നു, ആ യൂണിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചെലവല്ല, ആ യൂണിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് അതിന് ഇനോഗ്രേറ്റ് ചെയ്യാൻ ഉണ്ടായ ചെലവിനെയാണ് ഇനോഗ്രേഷൻ എക്സ്പെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഗ്രാൻഡ് ആയിട്ട് ഒരു ഇനോഗ്രേഷൻ നടത്തുന്ന കാരണം കൊണ്ട് കസ്റ്റമേഴ്സ് കൂടാം, ആ ഒരു പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈമിന് സെയിൽ കൂടാം, അതിൽ നിന്നും കിട്ടുന്ന ബെനിഫിറ്റ് 1 ഇയറിനുള്ളിൽ എക്സ്പ്ലോയിറ്റ് ആയി പോവും, എക്സ്ഹോസ്റ്റ് ആയി പോവും. സോ സ്വാഭാവികമായിട്ടും അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഇറ്റ് ഈസ് നോട്ട് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സോ ദ ആൻസർ ഇസ് false. Now last one, discount column of the cash book records the trade discount, which is obviously false. Trade discount should never be recorded in the books of account എന്നുള്ളതാണ് വാസ്തവം. ആൻഡ് ക്യാഷ് ബുക്കിൽ നമ്മൾ ഡിസ്കൗണ്ട് കോളം കൊടുക്കുകയാണെങ്കിൽ പോലും ക്യാഷ് ഡിസ്കൗണ്ടിന് മാത്രമേ നമ്മൾ റെലവൻസ് കൊടുക്കാറുള്ളൂ, അല്ലാതെ ട്രേഡ് ഡിസ്കൗണ്ടിന്റെ കാര്യം നമ്മൾ ഒരിക്കലും ഡിസ്കൗണ്ട് കോളത്തിൽ എന്ത് ചെയ്ത് വെക്കില്ല, റെക്കോർഡ് ചെയ്ത് വെക്കില്ല. സോ ദ ആൻസർ ഇസ് ഫോൾസ്. സോ ഇതാണ് ട്രൂ ഓർ ഫോൾസിന്റെ. ഇറ്റ് ഇസ് സിമ്പിൾ, വലിയ രീതിയിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. അപ്പൊ കൈയോടെ നമുക്ക് അടുത്തയിലോട്ട് പോവാം. Briefly explain the following term. First one is conversion cost. So conversion cost is nothing, എന്താന്ന് നിങ്ങൾക്ക് അറിയാം, അതായത് നമ്മളുടെ എല്ലാ ഡയറക്റ്റ് ആയിട്ടുള്ള ലേബറും മാനുഫാക്ചറിങ് ഓവർഹെഡും ആഡ് ചെയ്തിട്ട് ഒരു റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്താണോ ഒരു സ്ഥാപനത്തിന് ചെലവുണ്ടായിരിക്കുന്നത് അതിനെയാണ് കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെ? ഇറ്റ്സ് സോ സിമ്പിൾ. ഇതിപ്പോ എവിടെയെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവണം എന്നില്ല, നോർമൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് നമുക്കൊന്ന് ആലോചിച്ചാൽ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, ഓൾസോ നോൺ ആസ് റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ്, ഡിപ്രീസിയേഷന്റെ ഒരു ചോദ്യമാണ്. മണി മെഷർമെന്റ് കൺസെപ്റ്റ്, ആസ് യു നോ ഓൺലി മണി റിലേറ്റഡ് ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. All those things which are non-monetary in nature, howsoever important, എത്ര ഇമ്പോർട്ടന്റ് ആണെങ്കിലും നോൺ മോണിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കില്ല. എക്സാമ്പിൾ കൊടുത്താൽ അത്രയും നല്ലത്. ലൈക്ക് ടാലന്റ് ഓഫ് എ മാനേജർ ഓർ ക്രിയേറ്റിവിറ്റി ഓഫ് എ മാനേജർ, ഇന്റലിജൻസ് ഓഫ് എ മാനേജർ, ഓർ you have appreciated a manager. Will you be able to record such things? No, you can't record it because it cannot be measured in money terms. So അങ്ങനത്തെ കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത് howsoever important, it cannot be recorded in the books of account. And next one is realization concept. As you know, revenue recognition concept എന്നും പറയാവുന്നതാണ്. ഒരു റവന്യൂനെ എപ്പോഴാണ് റിയലൈസ് ആക്കി കാണേണ്ടത്? whenever a sale is made, irrespective of whether the cash is received or not. ക്യാഷ് കയ്യിൽ കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾ സെയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്, മറ്റേ വ്യക്തിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എമൗണ്ട് കിട്ടാനുള്ള എല്ലാ ലീഗൽ റൈറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റവന്യൂനെ റെക്കഗ്നൈസ് ചെയ്ത് കാണിക്കാൻ പറ്റും, റിയലൈസ് ചെയ്ത് കാണിക്കാൻ പറ്റും. സോ ഇതാണ് തിയററ്റിക്കൽ പാർട്ട്. ഇറ്റ് ഇസ് സോ സിമ്പിൾ. ഇത് അതും ലൈക്ക് 4 ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല, 1 മാർക്ക് ഈച്ച്. സോ അതിനനുസരിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീവേഡ്സ് മാത്രം പിടിച്ച് എഴുതിയാൽ മാത്രം മതി. Okay, that's all. And now we are moving on to the first question, C section, which means it's a problem part carrying 4 marks. So അത് നമ്മുടെ ഇൻവെന്ററിയുടെ ഭാഗമാണ്. നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ നന്നായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലത്തെ തന്നെ ക്വസ്റ്റ്യൻ മോഡലാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്, അല്ലെ? നിങ്ങൾക്ക് ഈ ഇൻവെന്ററിയുടെ പോർഷൻ മെമ്മോറാൻഡം ട്രേഡിംഗ് അക്കൗണ്ട് ആയിട്ടും ചെയ്യാം, അത് പിന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ചെയ്യാം. ഇറ്റ് വേരീസ്, it depends on students to students. ഓരോ സ്റ്റുഡൻസ് അവരുടെ സ്ട്രാറ്റജി ഡിഫറെന്റ് ആയിരിക്കും. സോ മെമ്മോറാൻഡം ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്താലും ഓക്കെയാണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചെയ്താലും ഓക്കെയാണ്. അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ അടുത്ത് അസേർട്ട് ചെയ്യുന്ന വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് മാത്രമേ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളൂ എന്നല്ലാതെ സ്റ്റേറ്റ്മെന്റ് വൈസ് തന്നെ ചെയ്യണം, മെമ്മോറാൻഡം ട്രേഡിംഗ് അക്കൗണ്ട് തന്നെ ഉണ്ടാക്കണം എന്ന് അവർ നിർബന്ധമായിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല. സോ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്റ്റുഡൻസ് വിഷ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്യാം, ഇന്റർപ്രറ്റ് ചെയ്ത് ചെയ്യാം. ബട്ട് final answer should be correct and ചെയ്ത steps പക്ക ആയിരിക്കണം. Then the 4 marks is all yours. Okay, so see the question. From the following information, ascertain the value of closing stock as on 31st March 2023. അപ്പൊ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്,
1,47,500. ക്യാഷ് സെയിൽ ക്രെഡിറ്റ് സെയിൽ രണ്ടും കൂടി ഉൾപ്പെടുത്തണം. ക്യാഷ് സെയിൽ മാത്രമേ ഉൾപ്പെടുത്താൻ പാടുള്ളൂ, ക്രെഡിറ്റ് സെയിൽ മാത്രമേ ഉൾപ്പെടുത്താൻ പാടുള്ളൂ എന്നുള്ളത് പാടില്ല. പർച്ചേസ് ഓഫ് കോഴ്സ്, മാനുഫാക്ചറിങ് എക്സ്പെൻസ് ഉൾപ്പെടുത്തും. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് നമ്മൾ കണക്കിൽ പോലും എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സെയിൽസ്. ഇറ്റ് വിൽ ബി കമ്മിങ് ഇൻ എവിടെ? P&L അക്കൗണ്ട്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ കോൺസെപ്റ്റ് മാത്രമേ ഇവിടെ നോക്കുന്നുള്ളൂ. പിന്നെ റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് 25%. 25% ഓൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? 1/4 ഓൺ കോസ്റ്റ്. അപ്പൊ സെയിൽസിന്റെ എത്രയായിരിക്കും? 1/5 ഓൺ സെയിൽ. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. താഴെ അഡീഷണൽ ഇൻഫർമേഷൻ എന്താ തന്നിരിക്കുന്നത് നോക്കാം. At the time of valuing inventory as on 31st March 2022, a sum of rupees 12,500 was written off on a particular item which was originally purchased for rupees 50,000. അല്ലെ? ഈ ഇൻവെന്ററി വാല്യൂ ചെയ്യുന്ന സമയത്ത് എപ്പോ നമ്മളിപ്പോ തന്നിരിക്കുന്ന ഡീറ്റെയിൽ 2023 ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. 2022 ഇൻവെന്ററി വാല്യൂ ചെയ്യുന്ന സമയത്ത് ഒരു 50,000 രൂപയുടെ ഐറ്റം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 12,500 രൂപയുടെ ഐറ്റം നമ്മൾ ഓൾറെഡി റൈറ്റ് ഓഫ് ചെയ്തു. എന്തുകൊണ്ടായിരിക്കും റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടാവുക? ബിക്കോസ് ഇറ്റ് ഇസ് ആൻ അബ്നോർമൽ ഐറ്റം. ഓക്കെ, അബ്നോർമൽ ഐറ്റത്തിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കേണ്ടതാണ് നമ്മുടെ രീതി. നമ്മൾ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ എന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലെ? 50,000 റുപ്പീസിന് നമ്മൾ ഒരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്, അത് കംപ്ലീറ്റ്ലി എന്താണ്? അബ്നോർമൽ ആണ്. അതിലത്തെ 12,500 ഓൾറെഡി റിട്ടേൺ ഓഫ് ആക്കി. അപ്പൊ 50,000 12,500 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 37,500 രൂപയുടെ ഐറ്റം ഇപ്പോഴും ഈ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം പോയ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കുമല്ലോ ഇപ്രാവശ്യത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക്. പോയ വർഷം ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന സമയത്ത് ഇതേപോലത്തെ ഒരു അബ്നോർമൽ ഐറ്റം റൈറ്റ് ഓഫ് ചെയ്തിട്ട് റൈറ്റ് ഓഫ് ചെയ്യാത്ത ഭാഗം ആ ക്ലോസിംഗ് സ്റ്റോക്കിൽ തന്നെ ഉണ്ട് എന്നാണ് ഇതിന്ന് മനസ്സിലാക്കുന്നത്. അത് കൂടാതെ തന്നെ ഇറ്റ് വാസ് ഓൾസോ സോൾഡ് ഡ്യൂറിംഗ് ദി ഇയർ ഫോർ 40,000. അതേ ഐറ്റത്തിനെ ഇപ്രാവശ്യം വിറ്റിട്ടുണ്ട്, അതും 40,000 രൂപയ്ക്ക്. അപ്പൊ ഇതിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ഇപ്രാവശ്യത്തെ സെയിലിലും എന്തുണ്ടെന്നാ പറയണത്? ഈ ഒരു 40,000 രൂപയുടെ ഐറ്റം ഉണ്ട്. സെയിൽ എന്താണ്? ക്യാഷ് സെയിൽ പ്ലസ് ക്രെഡിറ്റ് സെയിൽ 5,50,000 പ്ലസ് 4 lakh which is 9,50,000. 9,50,000 സെയിലില് ഒരു 40,000 അബ്നോർമൽ സെയിൽ ആണ്. അപ്പൊ അബ്നോർമൽ സെയിലിനെ മാറ്റി കഴിഞ്ഞാൽ ബാക്കി 9,10,000 നമ്മൾ കാണിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് സാരം. ഓക്കെ, ആൻഡ് മാത്രമല്ല ആ ഓപ്പണിംഗ് സ്റ്റോക്കിൽ 1,47,500 ഇനിയും റൈറ്റ് ഓഫ് ചെയ്യപ്പെടാത്ത അബ്നോർമൽ ഐറ്റം ഉണ്ട്. ആ റൈറ്റ് ഓഫ് ചെയ്യപ്പെടാത്ത അബ്നോർമൽ ഐറ്റം എത്രയാ നമ്മൾ കണ്ടുപിടിച്ചത്? 37,500. അപ്പൊ ആ 37,500 നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. സോ സ്വാഭാവികമായിട്ടും വിൽ ബി ഗെറ്റിംഗ് an answer of 1,10,000 as the real opening stock of this year. ഇനി ഇതിനെ ഒന്ന് നിങ്ങൾ മെമ്മോറാൻഡം ട്രേഡിംഗ് അക്കൗണ്ട് ആയിട്ട് ഒന്ന് നോക്കിക്കോളൂ. സോ ഐ എം ജസ്റ്റ് ഷോയിങ് ജസ്റ്റ് റഫ് ആയിട്ട് കാണിച്ചു തരാം, വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോണ്ട. മെമ്മോറാൻഡം ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുന്നു നമ്മൾ. ഓക്കെ, സോ ഡെബിറ്റ് ക്രെഡിറ്റ് ആൻഡ് ഫോർമാറ്റ് ഒക്കെ വരയ്ക്കുക. പക്കായിട്ട് ചെയ്യാൻ ഞാൻ ജസ്റ്റ് റഫ് ആയിട്ടുള്ള ഒരു രീതി പറഞ്ഞു തരുന്നേ ഉള്ളൂ, നിങ്ങൾക്കൊരു കൺഫർമേഷന് വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയാം ഇതിന്റെ ഫോർമാറ്റ് എന്താണെന്നുള്ളത്. ഫോർമാറ്റ് മാറ്റേഴ്സ്. ഇഫ് യു ആർ ഗോയിങ് ടു ഡ്രോ മെമ്മോറാൻഡം ട്രേഡിംഗ് അക്കൗണ്ട് യു ഹാവ് ടു ഡ്രോ ദ ഫോർമാറ്റ് perfectly well, and if you are going to do it as a statement also, it's completely your wish, no need to worry anything. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് ഇവിടെ ഓൾറെഡി ഞാൻ കിട്ടിയത് 1,10,000 ആണ്. 1,10,000 എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നു. അതൊക്കെ നിങ്ങൾ വർക്കിംഗ് നോട്ടിൽ കാണിച്ചാലും it will be much better because working should form part of your answer. പക്ഷെ ഇതൊരു 4 മാർക്ക് ആയതുകൊണ്ട് വർക്കിംഗ് നോട്ട് ആയിട്ട് സെപ്പറേറ്റ് കാണിക്കാതെ ഇതിന്റെ ഉള്ളിൽ തന്നെ കാണിച്ചാലും നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും അല്ലെ? പിന്നെ കയ്യോടെ ഇവിടെ സെയിൽ കാണിക്കാം. ബൈ സെയിൽ ആക്ച്വലി ഉണ്ടായിരുന്നത് 9,50,000 ആയിരുന്നു. അതിന്ന് 40,000 നമ്മൾ മൈനസ് ചെയ്തിട്ട് 9,10,000 നമ്മൾ കാണിക്കുന്നു. ആൻഡ് ടു പർച്ചേസിന്റെ ഐറ്റം എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 8,85,000 ആണ്. So 8,85,000 നമ്മൾ കാണിക്കുന്നു. And we have to take manufacturing expense also അല്ലെ? Manufacturing expense you have to write, you cannot write short form. Manufacturing expense 1,35,000. So 1,35,000 advertisement expense you should not take. And പിന്നെ ഗ്രോസ് പ്രോഫിറ്റിന്റെ ഹിന്റ് അവർ തന്നിട്ടുണ്ട്. കോസ്റ്റിന്റെ 25%. We don't have cost in the full value. We have sale എത്രയുണ്ട്? 9,10,000. അപ്പൊ 9,10,000 1/5 എത്രയാന്ന് നോക്കാം. How it is 1/5? 25% on cost ആണെങ്കിൽ സെയിലിന്റെ എത്രയായിരിക്കും? 20%. അത് 1/5 അല്ലെ? അപ്പൊ എന്താണ്? സ്വാഭാവികമായിട്ടും ഈ 9,10,000 എത്രയാ വരിക? 1/5 on സെയിൽ. ഒരു മിനിറ്റ്, 25% എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റിന്റെ ആണ്. സെയിലിന്റെ
20%. So 20 by 100, which is 1 by 5. So 9,10,000 into 1 by 5 എന്ന് പറയുമ്പോൾ it will be 1,82,000. 1,82,000. So സ്വാഭാവികമായിട്ടും ഇവിടെ ടോട്ടൽ ചെയ്യുന്നു ഡിഫറൻസിങ് ഫിഗർ ആണ് നമ്മുടെ ബാലൻസിങ് ഫിഗർ ആണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, സോ ബാലൻസിങ് ഫിഗർ വിൽ ബി 4,02,000. ഞാൻ ടോട്ടൽ ഒന്നും എഴുതുന്നില്ല, നിങ്ങൾക്ക് ഈ ആൻസർ ആണ് വേണ്ടത്. ഈ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹാറ്റ്സ് ഓഫ്, യു ഹാവ് ഡൺ ഇറ്റ് പെർഫെക്റ്റ്ലി വെൽ. ഓക്കെ, സോ ഹിയർ ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആൻഡ് ആസ് യൂഷ്വൽ BRS. ആൻഡ് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ വളരെ പ്രതീക്ഷിക്കാതെ 8 മാർക്കിനാണ് വന്നിരിക്കുന്നത്. യൂഷ്വലി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കാണുമ്പോൾ 10 മാർക്സ് 15 മാർക്സ് ഇങ്ങനെയൊക്കെ വരാറുണ്ട്. മാക്സിമം 10 ഉള്ളത് കൂടുതൽ വന്നിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ 8 മാർക്സ് ആണ്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദ സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ഫോർ 12 മാർക്സ്, വിച്ച് ഈസ് NPO. NPO യൂഷ്വലി 15 മാർക്സിന് വരും, അല്ലെങ്കിൽ ഒറ്റ ക്വസ്റ്റ്യൻ 20 മാർക്സിന് വരാറുണ്ട്. അതുമല്ല, ആ ഒരു പാറ്റേണും തെറ്റിച്ചുകൊണ്ട് ഇപ്രാവശ്യം ICA ഭവൻ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നമ്മുടെ 12 മാർക്സിനാണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ വിത്ത് ദാറ്റ് BRS സെക്ഷൻ. BRS ഇസ് വെരി ഈസി ആക്ച്വലി. കാരണം ഒന്നാമത് പാസ്ബുക്ക് നിന്നാണ് തുടങ്ങുന്നത്, ആൻഡ് അത് ഓവർ ഡ്രാഫ്റ്റ് ആണ്. ആൻഡ് ഇതും സ്റ്റുഡൻസിന്റെ കംപ്ലീറ്റ് വിഷ് ആണ്. ഓവർ ഡ്രാഫ്റ്റ് യൂഷ്വലി നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് തുടങ്ങണമെങ്കിൽ നെഗറ്റീവ് ഇട്ട് തുടങ്ങാം, ഓർ പോസിറ്റീവ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ പോസിറ്റീവ് ആയിട്ട് തുടങ്ങാം. ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ഇഫ് യു ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് നെഗറ്റീവ് പാറ്റേൺ, ആൻഡ് ഐ യൂഷ്വലി ഡു ദാറ്റ്. സോ ഞാൻ രണ്ട് രീതിയിലും ഒന്ന് വേഗം പറഞ്ഞു പോവാം കേട്ടോ. സോ ആദ്യം നിങ്ങൾക്ക് തന്നിരിക്കണ വന്നിട്ട് ഡെബിറ്റ് ബാലൻസ് ഷോൺ ബൈ ദ പാസ്ബുക്ക് ₹2,48,000. ആൻഡ് അതിന് മുന്നേ BRS പ്രിപ്പയർ ചെയ്യുന്നത് December 31st, 2022 എന്നുള്ളത് മനസ്സിലാക്കുക. Okay, 31st December 2022. So debit balance overdraft shown by the passbook ₹2,48,000. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പ്ലസ് മൈനസ് എന്നുള്ള പാറ്റേണിൽ 2,48,000 നെഗറ്റീവ് ഇട്ടിട്ട് തുടങ്ങാം. ഇനിയല്ല, there will be certain students who feel comfortable doing it by taking it as a positive, പ്ലസ് എന്നിട്ട് തുടങ്ങുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമ്മൾ മൈനസ് എന്ന് ചെയ്യുന്ന എല്ലാം ഉൾട്ടയായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്ലസ് എന്ന് ചെയ്യുമ്പോൾ ചെയ്താൽ മതി കേട്ടല്ലോ. That's all. So checks of ₹2,10,000 were issued in the last week of December, but of these ₹1,40,000 only were presented for payment. 2,10,000 രൂപയുടെ ചെക്ക് ഞാൻ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്. കൊടുത്ത ഉടനെ ഞാൻ എന്ത് ചെയ്ത് കാണിക്കും, ക്യാഷ് ബുക്കിൽ സ്വാഭാവികമായിട്ട് അത്രയും കുറഞ്ഞു എന്ന് പറഞ്ഞ് ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡ് കാണിക്കും. പക്ഷെ ആർക്കാണോ ഞാനത് കൊടുത്തത്, അതിലൊരാൾ 1,40,000 ചെക്ക് മാത്രമേ പ്രസന്റ് ചെയ്തിട്ടുള്ളൂ അല്ലെ. അപ്പോ ബാങ്കിൽ നിന്ന് 1,40,000 മാത്രമേ പോയിട്ടുള്ളൂ. നമ്മുടെ ക്യാഷ് ബുക്കിലാണെങ്കിൽ 2,10,000 പോയ പോലെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ തുടങ്ങുന്നത് പാസ്ബുക്ക് എന്നാണ്. സോ വി ഹാവ് ടു പാച്ച് അപ്പ് വിത്ത് ക്യാഷ് ബുക്ക്. ഇപ്പോ ഞാൻ എടുത്തിരിക്കുന്ന നെഗറ്റീവ് പാറ്റേൺ ആണ്. സോ യൂഷ്വൽ ഫോർമാറ്റ് തന്നെയാണ് ഞാൻ ചെയ്യാറ്. പോസിറ്റീവ് ഇട്ട് ചെയ്ത ആൾക്കാർക്ക് ഞാൻ ഈ പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ 2,10,000 ക്യാഷ് ബുക്കിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട്, 1,40,000 മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പാസ്ബുക്കിൽ നിന്ന് ക്യാഷ് ബുക്കിലോട്ട് ആക്കാൻ ആ ഡിഫറൻഷ്യൽ എമൗണ്ട് വിച്ച് ഇസ് ലൈക്ക് 70,000, ആ 70,000 രൂപേനെ ഞാൻ എന്ത് ചെയ്ത് കാണിക്കുന്നു, കുറച്ച് കാണിക്കുന്നു. 70,000 ഞാൻ മൈനസിൽ ഇടുന്നു. ഇനി പ്ലസിലാണ് 2,48,000 ഇട്ട ആൾക്കാർ എന്ത് ചെയ്താൽ മതി, 70,000 പ്ലസ് ചെയ്ത് കാണിച്ചാൽ മതി. Okay, and രണ്ടാമത്തെ ഈ check for ₹19,200 drawn for the payment of telephone bill had been entered in the cash book as ₹29,200 but was shown correctly in the bank statement. Okay, so എന്റെ ബാങ്കിൽ നിന്ന് ഒരു ₹19,200 ടെലിഫോൺ ബില്ലിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. പാസ്ബുക്ക് 19,200 രൂപ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, എന്റെ ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് സൈഡ് 29,200 രൂപ പോയ പോലെ കാണിച്ചിട്ടുണ്ട്. എക്സ്ട്രാ 10,000 രൂപ പോയ പോലെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ പാസ്ബുക്കിൽ നിന്ന് ക്യാഷ് ബുക്കിലോട്ട് ആക്കാൻ ഒരു 10,000 രൂപ കൂടി ഞാൻ കുറച്ച് കാണിക്കുന്നു. സിൻസ് ഐ സ്റ്റാർട്ടഡ് ഫ്രം നെഗറ്റീവ്, ബട്ട് ദോസ് ഹു ഹാവ് സ്റ്റാർട്ടഡ് ഫ്രം പോസിറ്റീവ് ആ 10,000 എന്ത് ചെയ്ത് കാണിച്ചാൽ മതി, ആഡ് ചെയ്ത് കാണിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. ആൻഡ് എ ചെക്ക് റിസീവ്ഡ് ഓഫ് ₹37,520 entered twice in the cash book. എനിക്ക് കിട്ടിയ ഒരു ചെക്ക്, അതായത് കമ്പനിയുടെ ഉള്ളിലോട്ട് വന്ന ചെക്ക് 37,520 രണ്ട് പ്രാവശ്യം കിട്ടിയ പോലെ കാണിച്ചു അല്ലെ. അതായത് 37,520 ഡബിൾ പ്രാവശ്യം ഞാൻ ഡെബിറ്റ് സൈഡ് ബാങ്കിൽ വന്ന പോലെ കാണിച്ചിട്ടുണ്ട്. പാസ്ബുക്കിലാണെങ്കിൽ ഒരു പ്രാവശ്യം 37,520 വന്നിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ പാസ്ബുക്കിൽ നിന്ന് ക്യാഷ് ബുക്കിലോട്ട് ആക്കാൻ ഞാൻ എന്ത് ചെയ്യണം, ആ 37,520 ഒരിക്കൽ കൂടി എന്ത് ചെയ്ത് കാണിക്കണം, ആഡ് ചെയ്ത് കാണിക്കണം. സോ ഐ വിൽ ബി പുട്ടിംഗ് ഇറ്റ് ഓൺ 37,520 on the positive side since I have started from the negative. ഞാൻ മൈനസ് എന്ന് തുടങ്ങിയ കാരണം ഞാൻ എങ്ങനെയാ ചെയ്യാറ്, പോസിറ്റീവ് എന്ന് തുടങ്ങിയ ആൾക്കാർ ഈ 37,520 എന്ത് ചെയ്യണം, മൈനസിലിട്ട് കാണിക്കണം.
ബാക്കിയുള്ള 3 എണ്ണം പോസിറ്റീവിൽ ഇടും നിങ്ങൾ, പോസിറ്റീവിൽ ഇട്ട ആൾക്കാർ, ആൻഡ് നെഗറ്റീവ് ഈ ഒരു കാര്യം നിങ്ങൾ മൈനസിൽ ഇടും. ബട്ട് ദോസ് ആർ സ്റ്റാർട്ടഡ് ഫ്രം നെഗറ്റീവ്, ആദ്യത്തെ 3 എണ്ണവും മൈനസിൽ ഇടും, ഈ ഒരു സംഭവം പോസിറ്റീവിൽ ഇടും. ഹോപ്പ് ഈ ലോജിക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ, a check for rupees 1,17,000 was issued for purchase of merchandise and was paid by the bank but not recorded in cash book. അല്ലെ, ഒരു മെർക്കൻഡൈസ് വാങ്ങിച്ചിട്ടുണ്ട്, ഒരു സാധനം, ഒരു സപ്ലൈസ് വാങ്ങിച്ചിട്ടുണ്ട് 1,17,000, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ക്യാഷ് ബുക്കിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ബാങ്കിൽ നിന്ന് 1,17,000 പോയിട്ടുണ്ട്, പാസ്ബുക്ക് കുറഞ്ഞിട്ടുണ്ട്, ക്യാഷ് ബുക്കിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സോ പാസ്ബുക്കിൽ നിന്ന് ക്യാഷ് ബുക്കിലോട്ട് ആക്കുമ്പോൾ I have to add back that 1,17,000 since I have started from negative. Those who have put it in positive will deduct it. Clear ആവുണ്ടോ? So 1,17,000 ഞാൻ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്ത് കാണിക്കുന്നു. Okay, hope it is clear to you. And interest on overdraft and bank charges amounting to rupees 3,500 were not entered in the cash book. Overdraft ന് പിടിച്ച പലിശ ആൻഡ് ബാങ്ക് ചാർജിന് വേണ്ടിയിട്ട് പിടിച്ച എമൗണ്ട് രണ്ടും കൂടി 3,500 രൂപ ബാങ്കിൽ നിന്ന് പോയിട്ടുണ്ട്. ഞാൻ ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്ത് കാണിച്ചിട്ടില്ല. പാസ്ബുക്ക് കുറഞ്ഞു, ക്യാഷ് ബുക്ക് കൂടി നിൽക്കുന്നുണ്ട്. പാസ്ബുക്കിൽ നിന്ന് ക്യാഷ് ബുക്കിലോട്ട് ആക്കാൻ ഞാൻ 3,500 ആഡ് ചെയ്ത് കാണിക്കും, ബിക്കോസ് I have already done my part. I have started from negative. Those who have put it in positive will deduct this amount. 3,500 നിങ്ങൾ മൈനസ് ചെയ്ത് കാണിച്ചാൽ മതി. Okay, so I will add 3,500. Okay, and next one, a check for rupees 45,000 was credited in the passbook but was not recorded in the cash book. ഒരു 45,000 രൂപയുടെ ചെക്ക് എന്റെ ബാങ്കിൽ വന്ന് കിടക്കുന്നുണ്ട്, 45,000 രൂപ എമൗണ്ട് ബാങ്കിൽ വന്ന് കിടക്കുന്നുണ്ട്, ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തതായിരിക്കാം, ആൻഡ് ബാങ്കിൽ എമൗണ്ട് കൂടിയിട്ടുണ്ട്, ഞാനത് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തി കാണിച്ചിട്ടില്ല. അപ്പോ ബാങ്ക് ബുക്ക് കൂടി നിൽക്കുന്നു, പാസ്ബുക്ക് കൂടി നിൽക്കുന്നുണ്ട്, ക്യാഷ് ബുക്ക് എന്തായി നിൽക്കുന്നുണ്ട്, കുറഞ്ഞു നിൽക്കുന്നുണ്ട്. പാസ്ബുക്കിൽ നിന്ന് ക്യാഷ് ബുക്കിലോട്ട് ആക്കാൻ സ്വാഭാവികമായിട്ടും 45,000 രൂപ ഞാൻ കുറച്ച് കാണിക്കുന്നു. സോ 45,000 I'll put it on the negative side. Those who have started from positive is going to add it. ക്ലിയർ ആവുണ്ടോ? ഈ പോസിറ്റീവ് സൈഡ് ഇടുന്ന ആൾക്കാരുടെ ലോജിക് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് പോസിറ്റീവ് സൈഡ് ഇടുന്ന ആൾക്കാര് സ്വാഭാവികമായിട്ടും ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലോട്ട് ആക്കുന്ന ഒരു ലോജിക് ചിന്തിച്ചാൽ മതി. നെഗറ്റീവ് ഇടുമ്പോൾ നോർമലി പാസ്ബുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ക്യാഷ് ബുക്കിലോട്ട് അവസാനിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ചെക്ക് ഫോർ rupees 45,000 വാസ് ക്രെഡിറ്റഡ് ഇൻ ദ പാസ്ബുക്ക്, അതാണ് ഇപ്പൊ പറഞ്ഞത്, അത് കഴിഞ്ഞിട്ടുള്ളത്. അടുത്ത നോക്കൂ, എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഫോർ rupees 26,200 which was discounted with bank return dishonored but no entry was made in the cash book. അല്ലെ, എന്താ പറയണേ, 26,200 രൂപ നമ്മൾ ബില്ല് ബാങ്കിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്ത് എടുത്തത്, ആരാണോ ആ എമൗണ്ട് പേ ചെയ്യേണ്ടത് പുള്ളിക്കാരും പേ ചെയ്തിട്ടുണ്ടാവില്ല. സോ സ്വാഭാവികമായിട്ടും ബില്ല് ഡിസോണർ ആയി ഉണ്ടാവും, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് 26,200 എമൗണ്ട് പോയിട്ടും ഉണ്ടാവും. ഇത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല. സോ പാസ്ബുക്ക് കുറഞ്ഞു നിൽക്കുന്നു, ക്യാഷ് ബുക്ക് കൂടി നിൽക്കുന്നു. പാസ്ബുക്കിൽ നിന്ന് ക്യാഷ് ബുക്കിലോട്ട് ആക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ 26,200 ആഡ് ചെയ്ത് കാണിക്കും. സിൻസ് I have started from negative. Those who have started from positive is going to deduct 26,200. Don't forget that. Okay, അപ്പോൾ ഞാൻ 26,200 ആഡ് ചെയ്ത് കാണിക്കും. Okay, ഇനി പേയ്മെന്റ് സൈഡ് ഓഫ് ദ ക്യാഷ് ബുക്ക് ഹാസ് ബീൻ അണ്ടർകാസ്റ്റ് ബൈ rupees 12,000. എന്താ പറഞ്ഞിരിക്കണേ, ക്യാഷ് ബുക്കിന്റെ പേയ്മെന്റ് സൈഡ്, അതായത് ക്രെഡിറ്റ് സൈഡ് ഒരു 12,000 രൂപ ഞാൻ കുറച്ച് കാണിച്ചിട്ടുണ്ട്. അതായത് 12,000 രൂപയും കൂടി ബാങ്കിൽ നിന്ന് ശരിക്കും പോയിട്ടുണ്ടാവണം, ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അത് കാണിച്ചിട്ടില്ല, അത്ര എമൗണ്ട് പോയിട്ടില്ല, വേറെ ഏതോ അതെക്കാളും കുറവ് എമൗണ്ടേ പോയിട്ടുള്ളൂ എന്നാണ് ഞാൻ കാണിച്ചിട്ടുണ്ടാവണം, അല്ലെ? അപ്പൊ ബാങ്കിൽ നിന്ന് പാസ്ബുക്കിലോട്ട് ആക്കാൻ, സോറി പാസ്ബുക്കിൽ നിന്ന് ക്യാഷ് ബുക്കിലോട്ട് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ 12,000 ആഡ് ചെയ്ത് കാണിക്കണം. Because I have started from negative, I am reiterating it. ഇത് സ്റ്റുഡൻസിന്റെ വിഷയമാണ് കംപ്ലീറ്റ്ലി. നിങ്ങൾ പ്ലസ് ഒന്നും തുടങ്ങാം, മൈനസ് ഒന്നും തുടങ്ങാം, കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, സോ ആസ് യൂഷ്വൽ ഒരു ലെഡ്ജർ പാറ്റേൺ നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതുപോലെ നിങ്ങൾ ചെയ്യും. പ്ലസ് സൈഡ് ടോട്ടൽ ചെയ്യും, മൈനസ് സൈഡ് ടോട്ടൽ ചെയ്യും. ആൻഡ് പ്ലസ് സൈഡ് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് യു വിൽ ബി ഗെറ്റിംഗ് an amount of like 1,96,220. ആൻഡ് മൈനസ് സൈഡ് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് യു വിൽ ബി ഗെറ്റിംഗ് 3,73,000 കിട്ടുമായിരിക്കും. ആൻഡ് സിൻസ് എവിടെയാണോ കുറവ് അവിടെയാണ് നമ്മൾ ബാലൻസ്, ആ സൈഡ് ബാലൻസ് ചെയ്ത് വെക്കുന്നു. ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് ക്യാഷ് ബുക്ക് പ്രകാരം എന്ത് ബാലൻസ് കിട്ടുന്നതായിരിക്കും, ഓവർഡ്രാഫ്റ്റ് ബാലൻസ്, അതായത് ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഇറ്റ് ഈസ് ഓൾവേസ് അഡ്വൈസബിൾ ടു റൈറ്റ് ലൈക്ക് ദാറ്റ്. Since they have given debit balance as per passbook, you are required to show credit balance as per cash book. അങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടി ഇംപ്രസീവ് ആണ്. ഓക്കെ, സോ ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നിങ്ങൾക്ക് എന്തായിട്ട് ക്യാഷ് ബുക്കിന്റെ ഓവർഡ്രാഫ്റ്റ് ബാലൻസ് ആയിട്ട് കിട്ടുക. ഓക്കെ.
സ്വാഭാവികമായിട്ടും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് നോക്കിയാൽ 1,76,780 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഓക്കെ, ദാറ്റ്സ് ഓൾ. And now we are quickly moving on to the next question, and it is, yeah, there comes 15 മാർക്കിന് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ ഒരു കാര്യം 12 മാർക്കിന്, ഈവൻ 20 മാർക്കിന് പോലും വരാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചിരുന്ന കാര്യം 12 മാർക്കിന് വലിയ രീതിയിലുള്ള പ്രോബ്ലവും കാര്യങ്ങളും ഒന്നുമില്ല. എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഒക്കെ തന്ന് ബാലൻസ് ഷീറ്റ് ഒക്കെ തന്ന് അതിന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കണ്ടുപിടിക്കാൻ പറയുന്നതിൽ പകരം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അഡീഷണൽ ഇൻഫർമേഷൻ തന്ന് നമ്മളോട് എന്ത് പ്രിപ്പയർ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? യു ആർ ജസ്റ്റ് റിക്വയർഡ് ടു പ്രിപ്പയർ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. അത്ര മാത്രമേ ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, വേറെ ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആൻഡ് അതും ബാലൻസ് ഷീറ്റും, അതും എന്താണ് 31/12/2022 ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, സോ ഇറ്റ്സ് സോ ഈസി. എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും? ഇതാ ജസ്റ്റ് ഇതിൽ നിങ്ങൾക്ക് നോക്കേണ്ട ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിലൊന്നും ഞാൻ പറയണില്ല. എങ്ങനെ അഡീഷണൽ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീൽ ചെയ്യണം എന്നുള്ളത് ഞാൻ വേഗം ഒന്ന് പറഞ്ഞുതരാം. സോ നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മാത്രം മതി. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒപ്പത്തിനൊപ്പം അഡീഷണൽ ഇൻഫർമേഷനും നോക്കിയിട്ട് ഏതുമായി ബന്ധപ്പെട്ട അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടോ അതിനെ ടിക്ക് ചെയ്ത് പോവുക. ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും അതിന് സെപ്പറേറ്റ് ആയിട്ട് വേഗം കാണിച്ചാൽ മാത്രം മതി, അല്ലെ? സോ ഇവിടെ ആദ്യം പർട്ടിക്കുലർ സൈഡ് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ് തന്നിരിക്കുന്നത്. സോ എക്സ്പെൻഡിച്ചർ എമൗണ്ട് ഇൻകം എമൗണ്ട് എന്നാണ് വരിക. സാലറി ഉണ്ട്, സാലറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ട്. സ്റ്റേഷനറി എക്സ്പെൻസ് ഉണ്ട്, സ്റ്റേഷനറി എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും ഉണ്ട്. ആൻഡ് റെന്റ് ആൻഡ് ടാക്സ് ആൻഡ് ഇൻഷുറൻസ്, പിന്നെ ഓഫീസ് എക്സ്പെൻസ്. ഇത് മൂന്നെണ്ണവുമാണ് നമുക്ക് അധികം വർക്കിന്റെ ആവശ്യം വരാത്തത്. ബിക്കോസ് റെന്റ് ആൻഡ് ടാക്സിനെ കുറിച്ചോ ഇൻഷുറൻസിനെ കുറിച്ചോ ഓഫീസ് എക്സ്പെൻസിനെ കുറിച്ചോ അതേപോലെ ഈ ഇൻകം സൈഡുള്ള ഇൻട്രസ്റ്റ്, ഡൊണേഷൻ, മിസലേനിയസ് റെസീപ്റ്റ്സ് ഇതിനെ കുറിച്ചിട്ടുള്ള അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നും നമുക്ക് എന്തില്ല, ഇല്ല. അപ്പൊ ഇത് അങ്ങനെ എടുത്ത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, റെസീപ്റ്റ് സൈഡ് ഇൻട്രസ്റ്റ്, ഡൊണേഷൻ, മിസലേനിയസ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് സൈഡ് റെന്റ് ആൻഡ് ടാക്സ്, ഇൻഷുറൻസ്, ഓഫീസ് എക്സ്പെൻസ് ഔട്ട് ആൻഡ് ഔട്ട് അങ്ങനെ തന്നെ കാണിച്ചാൽ മതി, അല്ലെ? പിന്നെ ഡിപ്രീസിയേഷന്റെ തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് സിമിലർ ടു ദാറ്റ് ഓഫ് എ ക്യാഷ് ബുക്ക്. യു വിൽ നെവർ ഷോ ഡിപ്രീസിയേഷൻ ഐറ്റം ഇൻ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, അല്ലെ? അപ്പൊ ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ ഇൻഫർമേഷൻ എടുത്തിട്ട് അതിനുവേണ്ടി കൊടുത്ത പേയ്മെന്റ് അല്ലെങ്കിൽ പർച്ചേസ് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ പറ്റും. അതിലോട്ട് നമുക്ക് കടക്കാം. ആൻഡ് എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ 63,300 ആണ്. ഇത് നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുന്നു, അല്ലെ? പിന്നെ സബ്സ്ക്രിപ്ഷൻ ഐറ്റം എന്നുണ്ട് 2,50,000. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ട്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്. ബട്ട് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ ഇതിന്റെ എക്സ്ട്രാ പർച്ചേസ് കാര്യങ്ങളോ ഒന്നുമില്ല. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അസറ്റ് സൈഡ് വരും. ആൻഡ് അതേപോലെ എന്താ പറയാ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും വരും. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ്. മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നമ്മളോട് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തന്നിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുക, അല്ലെ? അപ്പോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കണ്ടുപിടിക്കാൻ നമുക്കൊരു സെറ്റ് ഓഫ് റൂൾ ഉണ്ട്, അല്ലെ? എന്താണ്? അതാത് വർഷത്തെ കാര്യങ്ങൾ മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ പൊതുവെ എന്ത് ചെയ്യും? സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദ കറന്റ് ഇയർ വി വിൽ ആഡ്, ഫോർ ദ പ്രീവിയസ് ഇയർ വി വിൽ ഡിഡക്ട്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ ദ പ്രീവിയസ് ഇയർ വി വിൽ ആഡ്, received in advance for the current year, received in the current year for the next year we will deduct. അങ്ങനെയല്ലേ? ഈ ചെയ്യണതിന്റെ ജസ്റ്റ് ഉൾട്ട ചെയ്താൽ മതി. എപ്പോ? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഒന്ന് നോക്കൂ, സബ്സ്ക്രിപ്ഷൻ 2,50,000 ഉണ്ട്, 2,50,000 രൂപയുണ്ട്. അപ്പൊ 2,50,000 ഉണ്ട്. അതിൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 2021 ആണ് നമ്മുടെ പ്രീവിയസ് ഇയർ, 2022 ആണ് നമ്മുടെ കറന്റ് ഇയർ, അല്ലെ? അപ്പൊ പ്രീവിയസ് ഇയർ സബ്സ്ക്രിപ്ഷനെ പൊതുവെ നമ്മൾ മൈനസ് ആണ് ചെയ്യാറ്, കറന്റ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ്ങിനെയാണ് ആഡ് ചെയ്ത് കാണിക്കാറ്. പക്ഷെ അതിന്റെ ജസ്റ്റ് ഉൾട്ടാ ചെയ്യണം. കാരണം നമ്മൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ് ഉണ്ടാക്കുന്നത്, നോട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അല്ലെ? അപ്പൊ പ്രീവിയസ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ്ങിനെ നമ്മൾ എന്ത് ചെയ്ത് കാണിക്കുന്നു? ആഡ് ചെയ്ത് കാണിക്കുന്നു, അല്ലെ? പ്രീവിയസ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ്ങിനെ നമ്മൾ ആഡ് ചെയ്ത് കാണിക്കുന്നു, ഇതിനെ ആഡ് ചെയ്ത് കാണിക്കുന്നു. ആൻഡ് കറന്റ് ഇയർ ഔട്ട്സ്റ്റാൻഡിംഗ് 1 lakhനെ മൈനസ് ചെയ്ത് കാണിക്കുന്നു. ആൻഡ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 2,000 രൂപ. പൊതുവെ എന്താ ചെയ്യാറ്? പോയ വർഷം കിട്ടിയ അഡ്വാൻസ് ഈ വർഷത്തേക്കുള്ളതാ. അപ്പൊ അത് ഈ വർഷത്തെയാണല്ലോ പറഞ്ഞ് ആഡ് ചെയ്ത് കാണിക്കും. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അല്ല, നിങ്ങൾ ഉണ്ടാക്കുന്നത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടാ. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ മൈനസ് ചെയ്ത് കാണിക്കണം, അല്ലെ? ആൻഡ് 6,000 രൂപ എന്നുള്ളത് ഇപ്രാവശ്യം കിട്ടിയ അഡ്വാൻസ് ആണ്. അത് എപ്പോഴത്തേക്ക്? അടുത്ത വർഷത്തേക്ക്. പക്ഷെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിങ്ങൾ ഏത് വർഷത്തെ കിട്ടിയാലും ആ വർഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പോയ വർഷത്തെ എമൗണ്ട് ആണെങ്കിലും നമ്മൾ ഉൾപ്പെടുത്തും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 6,000 ആഡ് ചെയ്ത് കാണിക്കും. സോ ഇതിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. ഇത് ചെയ്തിട്ട് എന്താണോ ആൻസർ കിട്ടുന്നത് അതാണ് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷന്റെ ആൻസർ, വിച്ച് ഈസ് ടു ബി ഷോൺ ഓൺ ദ ഇൻകം സൈഡ്.
അപ്പോ ഇൻകം സൈഡ് ഡൺ. ഇനി എന്താ സാലറി അൺപെയ്ഡ്, പോയ വർഷം 10,000. അപ്പൊ സാലറി നമുക്ക് എത്രയുണ്ട്, 2,35,000 ഉണ്ട്. അതിന്റെ കൂടെ പോയ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ പൊതുവെ അത് എക്സ്പെൻസ് ആയാലും ഇൻകം ആയാലും നമ്മൾ മൈനസ് ചെയ്ത് കാണിക്കും. പക്ഷെ ഇത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഉണ്ടാക്കേണ്ട കാരണം കൊണ്ട് പോയ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ്ങിനെ നമ്മൾ എന്ത് ചെയ്ത് കാണിക്കണം, ആഡ് ചെയ്ത് കാണിക്കണം അല്ലെ. അപ്പൊ 10,000 രൂപേനെ ആഡ് ചെയ്ത് കാണിക്കും. ഇപ്രാവശ്യത്തെ ഔട്ട്സ്റ്റാൻഡിങ് 15,000 നമ്മൾ എന്ത് ചെയ്ത് കാണിക്കും, മൈനസ് ചെയ്ത് കാണിക്കും. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു അല്ലെ. പിന്നെ അടുത്ത വരുന്നതാണ് 3 കാര്യങ്ങൾ, ഫർണിച്ചർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, സ്പോർട്സ് എക്വിപ്മെന്റ് അല്ലെ. ഫർണിച്ചർ ഉണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്, സ്പോർട്സ് എക്വിപ്മെന്റ് ഉണ്ട്. ഇത് 3 നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. ഒന്ന് നോക്കൂ മക്കളെ. അപ്പൊ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടോ ഇപ്രാവശ്യം, അങ്ങനെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി കാശ് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയിട്ടുണ്ടെങ്കിൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഒരു ക്യാഷ് ബുക്കിന് സമാനമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പർച്ചേസ് ഓഫ് ഫർണിച്ചർ അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, അതും അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് സ്പോർട്സ് എക്വിപ്മെന്റ് എന്നുള്ളത് വന്നിട്ടുണ്ടാവണം. അത് നിർബന്ധം. അപ്പൊ അത് വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട അടുത്ത കാര്യം. അതെങ്ങനെ നമ്മൾ നോക്കും? ഫർണിച്ചർ ഓപ്പണിംഗ് ബാലൻസ് എത്ര ഉണ്ടായിരുന്നു, 20,000. ഇപ്രാവശ്യം നിങ്ങൾ കൊടുക്കുന്ന ഫർണിച്ചറിനുള്ള തേയ്മാനം എത്രയാണ്, 1,200. അപ്പൊ 20,000 1,200 മൈനസ് ചെയ്താൽ 18,800 ആണ് ഇപ്രാവശ്യത്തേക്ക് വേണ്ട ഫർണിച്ചറിന്റെ വാല്യൂ. പക്ഷേ ഫർണിച്ചറിന്റെ ക്ലോസിംഗ് ബാലൻസ് എത്രയുണ്ട്, 19,800 ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു 1,000 രൂപ പിന്നെയും കൂടിയിട്ടുണ്ടെന്ന് അർത്ഥം. അതിനർത്ഥം നിങ്ങൾ ഒരു 1,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങിയിട്ടുണ്ടാവണം ഈ വർഷം. അതല്ലേ ശരി. അപ്പൊ പർച്ചേസ് ഓഫ് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡ് പർച്ചേസ് ഓഫ് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് 1,000 രൂപ കാണിക്കും. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. എത്ര ഈസി, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഓക്കെ. പിന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നോക്കൂ. ലാൻഡ് ആൻഡ് ബിൽഡിംഗിന്റെ ഫർണിച്ചർ, ലാൻഡിന് ഓഫ് കോഴ്സ് നമുക്ക് ഡിപ്രീസിയേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ബിൽഡിംഗിന്റെ ഭാഗം മാത്രം 37,500. സിൻസ് ഇത് രണ്ടും കൺജോയിൻ ചെയ്ത് തന്ന കാരണം കൊണ്ട് നമുക്ക് വേറെ വഴിയില്ല, നമ്മൾ ഒന്നിച്ചെന്നെ കാണിക്കും അല്ലെ. ബിൽഡിംഗ് 37,500 ആണ് ഡിപ്രീസിയേഷൻ കൊടുത്തിരിക്കുന്നത്. 20 ലക്ഷം രൂപ ഉണ്ടായിരുന്നു ബിൽഡിംഗിന്റെ വില അല്ലെ. 20 lakh റുപ്പി ഉണ്ടായിരുന്നു. അതിന് 37,500 ഡിപ്രീസിയേഷൻ കൊടുത്താൽ നമുക്ക് ബാലൻസ് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 19,62,500 ആണ് വരിക അല്ലെ. 19,62,500. ബിൽഡിംഗിന്റെ ക്ലോസിംഗ് വാല്യൂ ഒന്ന് നോക്കൂ ചോദ്യത്തില്. അതേ എമൗണ്ട് 19,62,500. എന്ന് വെച്ചാൽ ബിൽഡിംഗ് വാങ്ങിച്ചിട്ടുമില്ല വിറ്റിട്ടുമില്ല എന്നർത്ഥം. ഒരേ വാല്യൂ അല്ലേ വരുന്നത്. തേയ്മാനം കഴിഞ്ഞിട്ട് അതേ വാല്യൂ വരുന്നു. സോ സ്വാഭാവികമായിട്ടും പർച്ചേസും ചെയ്തിട്ടില്ല, സെയിലും ചെയ്തിട്ടില്ല. സോ നത്തിങ് ടു ബി ഷോൺ ഇൻ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഇറ്റ് വിൽ ഗെറ്റ് നള്ളിഫൈഡ് അല്ലെ. അടുത്തത് നോക്കൂ, സ്പോർട്സ് എക്വിപ്മെന്റ്. ഫർണിച്ചറും കഴിഞ്ഞു, ബിൽഡിംഗും കഴിഞ്ഞു. അടുത്തത് സ്പോർട്സ് എക്വിപ്മെന്റ് 1,000 എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡിപ്രീസിയേഷന്റെ വാല്യൂ. സ്പോർട്സ് എക്വിപ്മെന്റ് ഓപ്പണിംഗ് വാല്യൂ എത്രയാ, 35,000 അല്ലെ. 35,000 എന്നാണ് പറയുന്നത്. അതിൽ 1,000 രൂപ തേയ്മാനം കൊടുത്തു കഴിഞ്ഞാൽ സ്പോർട്സ് എക്വിപ്മെന്റ് വാല്യൂ എത്രയാവണം, 34,000 ആവണ്ട. അവിടെ ക്ലോസിംഗ് വാല്യൂ എത്രയാണ് കാണിക്കണേ, 39,000 കാണിക്കണേ. എന്ന് വെച്ചാൽ ഒരു 5,000 രൂപയുടെ സ്പോർട്സ് എക്വിപ്മെന്റ് ഇപ്രാവശ്യം വാങ്ങിച്ചു കാണണം. അപ്പൊ അത് സ്വാഭാവികമായിട്ടും റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡ് പർച്ചേസ് ഓഫ് സ്പോർട്സ് എക്വിപ്മെന്റ് പറഞ്ഞിട്ട് 5,000 കാണിക്കും. ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ. എത്ര പെട്ടെന്ന് 3 കാര്യങ്ങളും ഡീൽ ചെയ്തു നോക്കൂ, അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ഒരു കാര്യമില്ല. ബാക്കിയുള്ളത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഇവിടെ തുടങ്ങുമ്പോൾ അറിയാം. ഓപ്പണിംഗ് ക്യാഷ് വെച്ച് തുടങ്ങും. ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് അറ്റ് ബാങ്ക് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നത് എത്രയാണ്, 1,08,000 രൂപ. അപ്പൊ നിങ്ങൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് ഉണ്ടാക്കുന്നു. അതിൽ ഓപ്പണിംഗ് ബാലൻസ് 1,08,000 രൂപ കാണിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നു. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ എന്തൊക്കെ പോസ്റ്റ് ചെയ്യും, ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ നോക്കാം. സാലറിയുടെ കാര്യം, പോയ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്യും, ഇപ്രാവശ്യത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് മൈനസ് ചെയ്യും. സബ്സ്ക്രിപ്ഷൻ പോയ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്യും, ഇപ്രാവശ്യത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് മൈനസ് ചെയ്യും. പോയ പ്രാവശ്യം റിസീവ്ഡ് ഇൻ അഡ്വാൻസിനെ മൈനസ് ചെയ്യും, ഇപ്രാവശ്യത്തെ റിസീവ്ഡ് ഇൻ അഡ്വാൻസിനെ ആഡ് ചെയ്യും. ഇൻട്രസ്റ്റ്, ഡൊണേഷൻ, മിസലേനിയസ് റെസിപ്റ്റ്സ് ഒക്കെ അതേപടി അങ്ങനെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റെസിപ്റ്റ് സൈഡ് കാണിക്കും. സ്റ്റേഷനറി എക്സ്പെൻസ് എന്ത് ചെയ്യും, അതിന്റെ അഡ്ജസ്റ്റ്മെന്റും കൂടി നമുക്ക് നോക്കാനുണ്ട്. സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി അതിനു വേണ്ടി മാത്രമായിട്ട് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ സ്റ്റോക്ക് അക്കൗണ്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യുക. വർക്കിംഗ് നോട്ടിൽ സ്റ്റോക്ക് അക്കൗണ്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ്, ക്രെഡിറ്റ്, സ്റ്റോക്ക് ഒരു അസറ്റ് ആണ്, അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് 3,000 നമ്മൾ കാണിക്കും അല്ലെ. ക്ലോസിംഗ് ബാലൻസ് എത്രയുണ്ട്, നമ്മള് 5,500 ഉണ്ട്. ക്ലോസിംഗ് ബാലൻസ് 5,500. ആ ഒരു വർഷം, ഈ വർഷം എസ്പെഷ്യലി കറണ്ട് ഇയറിൽ എത്രയാ സ്റ്റേഷനറിക്ക് വന്ന ചെലവ്, 30,000 രൂപ. സ്റ്റേഷനറി എക്സ്പെൻസിന് എന്താ ജേർണൽ എൻട്രി, സ്വാഭാവികമായിട്ട് അത്രയും
ദിസ് ഇസ് ലൈക്ക് യു ആർ പ്രിപ്പയറിംഗ് എ സ്റ്റേഷനറി അക്കൗണ്ട് അല്ലെ. അപ്പൊ അത്രയും സ്റ്റോക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് കമ്മിയായിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെലവ് ചെയ്തിട്ടുണ്ട്. സോ സ്വാഭാവികമായിട്ട് അത്രയും സ്റ്റേഷനറി കമ്മിയാവുകയാണ് ചെയ്യുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, എത്ര രൂപയുടെയാണ്, 30,000 അല്ലെ. സോ 30,000 നിങ്ങൾ ക്രെഡിറ്റ് സൈഡ് കാണിക്കും, കാരണം അത്രയും നിങ്ങൾ വിട്ട് പോവാണ് എന്നർത്ഥം. സോ 35,500 മൈനസ് 3000 ചെയ്യുമ്പോൾ നിങ്ങൾ പേയ്മെന്റ് മെയ്ഡ് ടു എന്താണ് 32,500 വരും അല്ലെ. യെസ്, 32,500 വരും. 500 ഇതാണ് നിങ്ങൾ സ്റ്റേഷനറിക്ക് വേണ്ടി കൊടുത്ത ചെലവ്, പേയ്മെന്റ് മെയ്ഡ് ടു ദ സ്റ്റേഷനറി അല്ലെ. അപ്പൊ ഇതും റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ പേയ്മെന്റ് സൈഡ് ഈ 32,500 കാണിക്കണം അല്ലെ. ബാലൻസ് ഷീറ്റിന് പിന്നെ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, 5,500 ആണ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ വരിക, കാരണം ക്ലോസിംഗ് സ്റ്റോക്കിന്റെ എമൗണ്ട് ആണല്ലോ തന്നിരിക്കുന്നത് അല്ലെ. പിന്നെ ക്രെഡിറ്റേഴ്സിനെ കുറിച്ച് വേറെ ഡീറ്റെയിലും കാര്യങ്ങളും ഒന്നും തന്നിട്ടില്ല. ഗവൺമെന്റ് സെക്യൂരിറ്റി ആണെങ്കിൽ ഓപ്പണിംഗും ഒന്നാണ്, ക്ലോസിംഗും ഒന്നാണ്. സോ അതുമായി ബന്ധപ്പെട്ട വേറൊരു കാര്യവും ഇല്ല, ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഉണ്ടാക്കുന്നു, അതിന്റെ ഡെബിറ്റ് സൈഡ് ഓപ്പണിംഗ് ബാലൻസ് കാണിക്കുന്നു, ക്രെഡിറ്റ് സൈഡ് നിങ്ങൾക്ക് കിട്ടുന്ന ബാലൻസിങ് ഫിഗർ ആണ് ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ്. ആ ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് നിങ്ങൾ ബാലൻസ് ഷീറ്റിലും കാണിക്കും. ആൻഡ് ബാലൻസ് ഷീറ്റ് ഈസി ആയിട്ട് ടാലി ആവും, കാരണം ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ വരും, ഗവൺമെന്റ് സെക്യൂരിറ്റി 18 lakh, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദ കറന്റ് ഇയർ 1 lakh, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ ദ കറന്റ് ഇയർ ലയബിലിറ്റി സൈഡ് കാണിക്കും, സാലറി അൺപെയ്ഡ് ഫോർ ദ കറന്റ് ഇയർ ലയബിലിറ്റി സൈഡ് കാണിക്കും. ഞാൻ പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ കാര്യമാണ്. അതുപോലെ ഫർണിച്ചറിന്റെ ക്ലോസിംഗ് വാല്യൂസ് അങ്ങനെ തന്നിട്ടുണ്ട്, അത് അതേപടി എഴുതി വെച്ചാൽ മതി അല്ലെ. 19,800, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 19,62,500, സ്പോർട്സ് എക്വിപ്മെന്റ് 39,000, ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി 5,500, ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് നിങ്ങൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് കിട്ടുന്നത്. ഇത് കൂടാതെ ലയബിലിറ്റി സൈഡ് നിങ്ങൾ കാണിക്കേണ്ട ഐറ്റം എന്താ, ക്യാപിറ്റൽ ഫണ്ട്. ക്യാപിറ്റൽ ഫണ്ട് എവിടെ കിട്ടും, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് അഗൈൻ യു ഹാവ് ടു പ്രിപ്പയർ, ബിക്കോസ് ക്യാപിറ്റൽ ഫണ്ടിന്റെ ഡീറ്റെയിൽ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടില്ല. അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അങ്ങനെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴും വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, സാലറി അൺപെയ്ഡ്, ഫർണിച്ചർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, സ്പോർട്സ് എക്വിപ്മെന്റ് ആൻഡ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി കാണിക്കും. ആൻഡ് ഓപ്പണിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് കാണിക്കും. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡിനെ അസറ്റ് സൈഡ് കാണിക്കും. അപ്പൊ എന്താണോ ബാലൻസിങ് ഫിഗർ കിട്ടുന്നത് അതാണ് ക്യാപിറ്റൽ ഫണ്ട്. ആ ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ഈ പ്രോഫിറ്റ്, അതായത് നോട്ട് പ്രോഫിറ്റ്, സർപ്ലസ് അല്ലെ, എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ, അത് ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബാലൻസ് ഷീറ്റ് ടാലി ആയിക്കോളും. ഇതില് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 3A, ഇറ്റ് ഇസ് റിഗാർഡിംഗ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇതൊന്ന് മാത്രമാണ് 10 മാർക്കിന് എന്നുള്ളത് പ്രതീക്ഷ പോലെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ 15 മാർക്കിനും വരാറുണ്ട്, ബട്ട് 10 മാർക്കാണ് യൂഷ്വലി വരുന്ന പാറ്റേൺ. അത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് ആൻ അക്കോമഡേഷൻ ബിൽ, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ആൻഡ് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല, നോക്കാം. ആർ ഡ്രോസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓൺ പി. ആർ വന്നിട്ട് പിയുടെ പേരിൽ ബില്ല് ഡ്രോ ചെയ്യുന്നുണ്ട്. സോ ആറിന് അത് ബിൽ റിസീവബിളും പിന് അത് ബിൽസ് പേബിളും ആണ്. വായിക്കുമ്പോൾ തന്നെ വിഷ്വലൈസ് ചെയ്ത് പോയിട്ടുണ്ടാവണം. 2 lakh rupeesനാണ് ഓൺ 1st July 2022, 4 മാസത്തിന് വേണ്ടിയിട്ടാണ്. പി അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു ആൻഡ് സെൻഡ് ഇറ്റ് ടു ആർ. R discounted the bill from his bankers for rupees 1,88,000. R immediately remits rupees 75,200 to P. On the due date, R being unable to remit the amount due, accepts a bill for rupees 2,50,000 for 4 months, which is discounted by P for rupees 2,36,250. വായിക്കുമ്പോൾ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പോലെ തോന്നും, ഒന്നുമില്ല. കുറച്ചൊന്ന് ഫോക്കസ്ഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അർത്ഥം വേഗം മനസ്സിലാക്കാൻ പറ്റും. P sends rupees 56,700 to R. Before the bill is due for payment, R becomes insolvent. His estate is paying 50 paise in the rupee. ഇതാണ് ചോദ്യം. ആൻഡ് നമ്മളോട് ജേർണൽ എൻട്രി രണ്ടുപേരുടെ ബുക്കിലും ചെയ്യാൻ പറഞ്ഞിട്ടില്ല, പിയുടെ ബുക്കിൽ മാത്രം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് കുറച്ചുകൂടി സിമ്പിൾ ആയി, കാരണം ഒരാളെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി, മറ്റേ ആളുടെ കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ആറുടെ അക്കൗണ്ടും വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജേർണൽ എൻട്രി മാത്രം നിങ്ങൾക്കൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ജേർണൽ എൻട്രി ചെയ്ത് കാണിച്ചു തന്നാൽ തന്നെ പിന്നെ അത് നോക്കിയിട്ട് ആർ അക്കൗണ്ട് വരയ്ക്കാൻ ഈസി ആണല്ലോ നിങ്ങൾക്ക്, അല്ലെ? സോ ലെറ്റ് സി, പിയുടെ ബുക്കാണ്. സോ ഇൻ ദ ബുക്സ് ഓഫ് പി ജേർണൽ എൻട്രി എന്ന് വരച്ചിട്ട് ഫോർമാറ്റ് ഒക്കെ വരച്ചിട്ടുണ്ടാവണം. നിങ്ങൾ നറേഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവണം. അപ്പോ ആറാണ് ബില്ല് ഡ്രോ ചെയ്യണം പിയുടെ പേരിൽ. ആൻഡ് 1-ാം തീയതി ജൂലൈ, അപ്പൊ ജൂലൈ 1-ാം തീയതി. സോ സ്വാഭാവികമായിട്ടും എന്താണ് വരുന്നത്, പിയുടെ സംബന്ധം, പിയുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് തിങ്ക് ചെയ്യേണ്ടത്. ഇറ്റ് ഇസ് ബിൽ പേയബിൾ അല്ലെ? അപ്പൊ എന്താ എൻട്രി വരിക, ആദ്യത്തെ എൻട്രി ആർ അക്കൗണ്ട് ഡെബിറ്റ് ടു, ഡേറ്റ് ഒക്കെ പറയേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ ഉണ്ട്. സോ അത് അങ്ങനെ ഇട്ടാൽ മതി. ആർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബിൽസ് പേയബിൾ അക്കൗണ്ട്
എത്ര രൂപയുടെ ബില്ല് ഡ്രോ ചെയ്യണത്? 2 lakh 2 lakh. യു കാൻ റൈറ്റ് ഷോർട്ട് ഫോം. ഐ എം മേക്കിംഗ് ഇറ്റ് ആസ് എ റിവ്യൂ. അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് ആയിട്ട് എഴുതുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ, അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ആർ എന്ത് ചെയ്യുന്നു? ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡിസ്കൗണ്ട് ചെയ്യുന്നു. അങ്ങനെ ഡിസ്കൗണ്ട് ചെയ്യണതിനൊന്നും പിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഒരു ജേർണൽ എൻട്രിയും വരുന്നില്ല. അങ്ങനെ ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആർക്ക് അയക്കുന്നുണ്ട്? പിക്ക് അയക്കുന്നുണ്ട്. അപ്പൊ പിക്ക് എമൗണ്ട് കിട്ടുമ്പോൾ അത് എൻട്രി ചെയ്യണം. അപ്പൊ രണ്ടാമത്തെ എൻട്രി നിങ്ങൾ എഴുതേണ്ടത് നോ എൻട്രി എഴുതിയിട്ട് മറ്റേ ഡിസ്കൗണ്ട് ചെയ്യണതിന് ഇവിടെ ഒരു എൻട്രിയും വരേണ്ട ആവശ്യമില്ലല്ലോ, അല്ലെ? നോ എൻട്രി ആണ്. ബട്ട് എമൗണ്ട് കിട്ടുന്നുണ്ടല്ലോ, നിങ്ങളാണ് പിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആലോചിക്കുക. പിക്ക് എമൗണ്ട് കിട്ടുന്നുണ്ട്, ആറ് പോയി ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ആറിന് കിട്ടുന്ന എമൗണ്ടിന്റെ ഒരു വിഹിതം നമുക്ക് തരുന്നുണ്ട്, അല്ലെ? അപ്പൊ അതിനുള്ള എൻട്രി എന്തായാലും പിയുടെ ബുക്കിൽ എഴുതണം, അല്ലെ? അപ്പൊ എന്താ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. വേണ്ട റെലവന്റ് എൻട്രീസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് എത്രയാ അയച്ചു കൊടുക്കുന്നതെന്നാ പറഞ്ഞിരിക്കുന്നത്? 75,200 അല്ലെ? അപ്പോ 75,200 രൂപ അയച്ചു കൊടുക്കുന്നുണ്ട്. ഡിസ്കൗണ്ട് എന്തായാലും ബാങ്ക് പിടിച്ച കാരണം കൊണ്ട് അതിലത്തെ ഡിസ്കൗണ്ടിനെ എന്നെ കൊണ്ടും ബെയർ ചെയ്യിപ്പിക്കും. അത് എത്രയാന്ന് നമുക്കറിയില്ല, അത് കാൽക്കുലേറ്റ് ചെയ്യാം. ടു ആരുടെ കയ്യിൽ നിന്നാ കിട്ടുന്നത്? നമുക്ക് ആറുടെ കയ്യിൽ നിന്ന് കിട്ടുന്നു, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഡിസ്കൗണ്ട് എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? കിട്ടുന്ന എമൗണ്ട് 75,200 ആണ്. മൊത്തം ആറിന് കിട്ടിയ എമൗണ്ട് എത്രയാ? ആറിന് ബാങ്ക് കൊടുക്കുന്ന എമൗണ്ട് 1,88,000 അല്ലെ? മൊത്തം ആറിന് കിട്ടുന്ന എമൗണ്ട് 1,88,000 തന്നെയാണ്. അതെ, 1,88,000 ഇൻറ്റു എത്രയാണ് ഡിസ്കൗണ്ട് ബാങ്ക് പിടിച്ചത്? 2 lakh റുപ്പിയുടെ ബില്ലായിരുന്നു, അത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തപ്പോ ആറിന് കിട്ടിയത് 1,88,000 ആണ്. അപ്പൊ 2 lakh minus 1,88,000, the difference will be 12,000 അല്ലെ? 12,000 രൂപയാണ് ഡിസ്കൗണ്ട് മൊത്തത്തിൽ പിടിച്ചിരിക്കുന്നത് ബാങ്ക്. അതിൽ എന്നെ കൊണ്ട് എത്ര ഡിസ്കൗണ്ട് പുള്ളിക്കാരൻ വഹിപ്പിക്കും എന്നുള്ളതാണ് ഞാൻ നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വന്നാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 4,800 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് 80,000 ആണ് പുള്ളിക്കാരൻ തരാൻ ഉദ്ദേശിച്ച എമൗണ്ട്. അതില് 4,800 സിൻസ് ബാങ്ക് ഡിസ്കൗണ്ട് പിടിച്ച കാരണം കൊണ്ട് എല്ലാ ഡിസ്കൗണ്ട് ആറ് തന്നെ ശരി, ഞാൻ ത്യാഗം സഹിച്ചോളാം എന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ 4,800 എന്ത് ചെയ്യും? ഡിസ്കൗണ്ട് പിടിച്ചിട്ട് 75,200 രൂപ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇത് ആലോചിച്ച് വെച്ചോളണം കേട്ടോ. പിന്നെ എന്താ സംഭവിക്കണം എന്നുള്ളത് നോക്കാം. ബിഫോർ ദ ഓൺ ദ ഡ്യൂ ഡേറ്റിന്റെ സമയത്ത് ആർ ബീങ് അൺഎബിൾ ടു റെമിറ്റ് ദ എമൗണ്ട് ഡ്യൂ accepts a bill for rupees 2,50,000 for 4 months which is discounted by P for rupees 2,36,250. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോ നമ്മളാണ് പി. ആ ഡ്യൂ ഡേറ്റ് ആവണ സമയത്ത് ബാങ്കുകാർ നമ്മളെ സമീപിക്കുക. നമ്മൾ കംപ്ലീറ്റ് എമൗണ്ട് 2 ലക്ഷം നമ്മൾ കൊടുക്കണം ബാങ്കിൽ നിന്ന്. അപ്പോഴൊക്കെ ആർ എന്ത് ചെയ്യണം? 1,20,000 രൂപ എനിക്ക് അയച്ചു തരണം. അതെങ്ങനെ 1,20,000 രൂപ? എനിക്ക് 80,000 രൂപയല്ലേ അയച്ചു തരാൻ പ്ലാന്. അതിൽ ഡിസ്കൗണ്ട് പിടിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ബാങ്കിന് കൊടുക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് എമൗണ്ടും കൊടുക്കണമല്ലോ. ഡിസ്കൗണ്ട് പിടിച്ചിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ട് കൊടുക്കരുതല്ലോ, അല്ലെ? അപ്പൊ ആർ എന്ത് ചെയ്യണം? ആറിന് എനിക്ക് 80,000 അയച്ചു തരാനായിരുന്നു പ്ലാൻ എങ്കിൽ ആറ് എത്ര എടുത്തിട്ടുണ്ടാവും? 1,20,000. 1,20,000 കിട്ടിയിട്ടുണ്ടാവില്ല. അതിൽ ഡിസ്കൗണ്ട് പിടിച്ച് ബാക്കിയുള്ളതേ പുള്ളിക്കാരനും എടുത്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ആ ബാക്കിയുള്ള 1,20,000 എമൗണ്ട് എനിക്ക് ഡ്യൂ ഡേറ്റ് ആവുമ്പോഴേക്ക് ആര് അയച്ചു തരണം? ആറ് അയച്ചു തരണം. എന്നാലേ ഞാൻ 2 lakh റുപ്പി ആർക്ക് കൊടുക്കുള്ളൂ? ബാങ്കിന് കൊടുക്കുള്ളൂ. പക്ഷെ ഡ്യൂ ഡേറ്റ് ആവുമ്പോൾ ആ അയച്ചു തരേണ്ട ആർ ഇസ് ബിക്കമിങ് പുള്ളിക്കാരന് അയച്ചു തരാൻ പറ്റാത്ത ഒരു അവസ്ഥയാവുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ 2 ലക്ഷം രൂപയും ഞാൻ കൊടുത്തിട്ടുണ്ടാവും എന്നുള്ള അസംഷൻ ആണ്. മേക്ക് നെസസറി അസംഷൻസ് വേർ എവർ റിക്വയർഡ്. അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്, അല്ലെ? അപ്പൊ കംപ്ലീറ്റ് എമൗണ്ട് എന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഞാൻ ആരാ? പി, അല്ലെ? അപ്പൊ എന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപയും ബാങ്കിന് പോയിട്ടുണ്ടാവും. അപ്പോ ആ എൻട്രി കാണിക്കണ്ടേ? ഇപ്പൊ ആറ് എനിക്ക് കംപ്ലീറ്റ് 2 ലക്ഷം രൂപയും തരണം. ഞാൻ കൊടുക്കാനുള്ള 80,000 ആറിന്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ട 1,20,000 രണ്ടും കൂടി 2 ലക്ഷം രൂപ ഞാൻ ബാങ്കിന് കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ് സാരം. അപ്പൊ അതിനുള്ള എൻട്രി കാണിക്കണ്ടേ? ഡ്യൂ ഡേറ്റിന്റെ സമയത്ത്. ഡ്യൂ ഡേറ്റിന്റെ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡ്യൂ ഡേറ്റ് എപ്പോഴാണ് വരിക? ജൂലൈ 1 ഞാൻ ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കണേ. അപ്പൊ 4 മാസം എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. നവംബർ 1 പ്ലസ് 3 days ഗ്രേസ് ഡേയ്സ്, അല്ലെ? അങ്ങനെയല്ലേ വരേണ്ടത്? 2, 3, 4 നവംബർ 4. അപ്പൊ നവംബർ 4-ാം തീയതി എന്റെ കയ്യിൽ നിന്ന് ബാങ്കിലോട്ട് 2 ലക്ഷം രൂപയും പോകുന്നുണ്ട് എന്നുള്ളതാണ് സാരം. അപ്പൊ ബില്ല് ക്യാൻസലും ആയി എന്നുള്ളത് മനസ്സിലായി, അല്ലെ? അപ്പൊ അതിനുള്ള എൻട്രി എന്താ വരിക? മൂന്നാമത്തെ എൻട്രി എന്താ വരിക? തേർഡ് എൻട്രി എന്താ വരിക? തേർഡ് എൻട്രി ഇസ് ലൈക്ക് ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. ഇറ്റ് വിൽ ബി 2 lakh. 2 ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. എന്നിട്ട്
പുള്ളിക്കാരൻ വന്ന് എന്നോട് പറയുകയാണ് ഒരു പുതിയ ബില്ല് ഡ്രോ ചെയ്തോളൂ. ആ പുതിയ ബില്ല് എത്രയ്ക്ക് ഡ്രോ ചെയ്യാനാ പറയണത്? 2,50,000 രൂപയ്ക്ക് ഡ്രോ ചെയ്തോളൂ എഗെയിൻ 4 മാസത്തേക്ക് എന്നാണ് പറയണത്. അല്ലെ? അപ്പൊ 2,50,000 രൂപയ്ക്ക് ബില്ല് ഡ്രോ ചെയ്യൂ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? ബിൽ റിസീവബിൾ ആണ്. ഇപ്പൊ പി ആണ് ആരുടെ പേരിൽ ബില്ല് ഡ്രോ ചെയ്യണത് അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും ബില്ല് ഡ്രോ ചെയ്യുമ്പോഴുള്ള എൻട്രി എന്താ വരിക? 4ാമത്തെ എൻട്രി ബില്ല് ഡ്രോ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ബില്ല് റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ആര്? ആർ അല്ലെ? 2,50,000 2,50,000 ഇങ്ങനെ വരണം. ഇനി 5ാമത്തതോ സ്വാഭാവികമായിട്ടും ഞാനും ആ ബില്ലിനെ എടുത്ത് ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്യുന്നു. ഡിസ്കൗണ്ട് ചെയ്തപ്പോൾ 2,50,000 രൂപയുടെ ബില്ല് കൊടുത്തപ്പോൾ എനിക്ക് ബാങ്ക് എത്രയേ തന്നുള്ളൂ? 2,36,250 രൂപ ബാങ്ക് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എത്രയോ ഡിസ്കൗണ്ട് പിടിച്ചിട്ടുണ്ട്. ആ 2,50,000 നിന്ന് 2,36,250 രൂപ നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബാങ്ക് അപ്പൊ ആ ഡിസ്കൗണ്ടിങ് എൻട്രി എന്റെ ബുക്കിൽ വരും. കാരണം ഇത് ഞാനാ ചെയ്യുന്നത്, പി ആണ് ചെയ്യുന്നത്. നമ്മൾ ആരാണ്? പി ആണ്. ഓക്കെ, സോ നമ്മുടെ ബുക്കിലുള്ള എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, എനിക്ക് കിട്ടുന്ന എമൗണ്ട് 2,36,250. ബാങ്ക് പിടിച്ച ഡിസ്കൗണ്ട് ചാർജ് എന്ന് പറയുന്നത് 13,750. ടു ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് 2,50,000. ഇതാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആവുണ്ടോ? ഇത് ബാങ്ക് എനിക്ക് തന്ന എമൗണ്ട് ഡിസ്കൗണ്ട്. ഇതൊന്നും കുറച്ച് എമൗണ്ട് ഞാൻ ആർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്? നമ്മുടെ ആറിന് അയച്ചു കൊടുക്കുന്നുണ്ട് അല്ലെ? അപ്പോ ആറിന് ഞാൻ അയച്ചു കൊടുക്കുകയാണ്. ആറിന് ഞാൻ എത്ര രൂപ അയച്ചു കൊടുക്കുന്നത്? 2,36,250. അപ്പൊ ഇതിനുള്ള എൻട്രി ഞാൻ കൊടുക്കണമല്ലോ സ്വാഭാവികമായിട്ടും അല്ലെ? അപ്പോ എന്താ എൻട്രി വരിക? 2,36,250. എന്റെ കയ്യിൽ നിന്ന് ടു ക്യാഷ് ഓർ ടു ബാങ്ക് 2,36,250 ഡിസ്കൗണ്ട് പിടിച്ചിട്ടേ ഞാൻ അയച്ചു കൊടുക്കുള്ളൂ. ആർക്കാ അയച്ചു കൊടുക്കുന്നത്? ആറിന് അയച്ചു കൊടുക്കുന്നുണ്ട് അല്ലെ? ആറിന് അയച്ചു കൊടുക്കുന്നുണ്ട്. ആർ അക്കൗണ്ട് ഡെബിറ്റ് അല്ലെ? സോ ഇവിടെ എത്ര ഡിസ്കൗണ്ട് പിടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഓൾറെഡി ആർ നമുക്ക് എത്ര രൂപ തരാനുണ്ട്? 1,20,000 റുപ്പി തരാനുണ്ട്. പ്ലസ് ഇപ്പൊ ഞാൻ അയാൾക്ക് അയച്ചു കൊടുക്കുന്ന എമൗണ്ട് എത്രയാണ്? എത്രയാ അയച്ചു കൊടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത് ഇതില്? 56,700. 56,700 രൂപ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് അല്ലെ? 56,700 രൂപ ഞാൻ ആറിന് അയച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സോറി, ഈ 2,36,250 എന്നുള്ളത് നമുക്ക് വേണ്ട. അത് ബാങ്കിൽ നിന്ന് കിട്ടിയ എമൗണ്ട് ആണ്. ഞാൻ ആർക്ക് അയച്ചു കൊടുക്കുന്ന എമൗണ്ട് വന്നിട്ട് 56,700 രൂപയാണ് ഞാൻ ആർക്ക് അയച്ചു കൊടുക്കുന്നത്? ആറിന് അയച്ചു കൊടുക്കുന്നത്. സോ എന്റെ കയ്യിൽ നിന്ന് 56,700 രൂപ പോകുന്നുണ്ട്. പക്ഷെ ഇതാണോ ഞാൻ ശരിക്കും അയച്ചു കൊടുക്കാനുള്ള പ്ലാൻ? ഡിസ്കൗണ്ടും കൂടി പിടിച്ച് കഴിഞ്ഞിട്ടല്ലേ അയച്ചു കൊടുത്തിട്ടുണ്ടാവുക ഈ 56. അപ്പൊ ശരിക്കും എത്രയാ ഞാൻ കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കിട്ടാനുള്ള 1,20,000 പ്ലസ് ഇപ്പൊ അയച്ചു കൊടുക്കുന്ന 56,700 ഡിവൈഡഡ് ബൈ ബാങ്കിൽ നിന്ന് എനിക്ക് കിട്ടിയ മൊത്തം എമൗണ്ട് 2,36,250 അല്ലെ? 2,36,250 ഇൻറ്റു ബാങ്ക് എന്റെ കയ്യിൽ നിന്ന് പിടിച്ച ഡിസ്കൗണ്ട് 13,750. ഇങ്ങനെ ചെയ്യുമ്പോ ഞാൻ എത്ര രൂപ ഡിസ്കൗണ്ട് ഞാൻ പിടിച്ചിട്ട് കൊടുക്കും എന്നുള്ളത്. അതായത് അയാളുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയ പോലെ ഡിസ്കൗണ്ട് റിസീവ്ഡ് അങ്ങനെ. പക്ഷെ ഞാനാണ് പിടിച്ചിട്ട് കൊടുക്കുന്നത്. ഓക്കെ, എത്രയാണ്? 10,284. ഇതാണ് ഡിസ്കൗണ്ട് എനിക്ക് കിട്ടുന്നത് അയാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നു എന്നുള്ള പേരില്. പക്ഷെ ഞാനാണ് പിടിച്ചു കൊടുക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും 66,984 ഈ റുപ്പിക്കാണ് അയാൾ എനിക്ക് ബാധ്യത. ഓക്കെ, ഇതാണ് ബാധ്യത. ആൻഡ് ഇവിടെ നടക്കുന്ന വേറൊരു കാര്യം എന്താ? ബിഫോർ ദ ബിൽ ഇസ് ഡ്യൂ ഫോർ പേയ്മെന്റ് ആർ ബിക്കം ഇൻസോൾവെന്റ്. എഗെയിൻ ഡ്യൂ ഡേറ്റിന് മുന്നേ ആർ എന്തായി? ഇൻസോൾവെന്റ് ആയി. ആൻഡ് ഹിസ് എസ്റ്റേറ്റ് ഇസ് പേയിങ് 50 പൈസ ഇൻ ദ റുപ്പി അല്ലെ? അപ്പോ സ്വാഭാവികമായിട്ടും എന്റെ കയ്യിൽ നിന്ന് ബാങ്ക് ഞാൻ എത്ര കൊടുത്തിട്ടുണ്ടാവും? 2,50,000 രൂപ എന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അയാളുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ട 2 ലക്ഷം രൂപ, ഇപ്പോ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ട 2,50,000 രൂപ, മൊത്തം 4,50,000 രൂപ എനിക്ക് അയാളുടെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ട്. പക്ഷെ അത് കിട്ടുമോ? സ്വാഭാവികമായിട്ടും കിട്ടാൻ പോണില്ല. പക്ഷെ അതിന്റെ 50 പൈസ കിട്ടുന്നുണ്ട്. പക്ഷെ ഇതില് സ്റ്റുഡൻസിന് വരുന്ന ഒരു ഡൗട്ട് എന്താ? 4,50,000ന്റെ 50% എടുക്കണോ എന്നുള്ളതാണ്. വേണ്ട. ഈ ബില്ല് ഡ്യൂ ആവണതിന് മുന്നേ പുള്ളിക്കാരൻ എന്താ ഇൻസോൾവെന്റ് ആയി എന്നല്ലേ പറയാം. അപ്പൊ ഈ ബില്ലിന്റെ ഈ സെക്കൻഡ് ബില്ലിന്റെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അതിന്ന് 50 പൈസ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ 2,50,000ന്റെ 50% എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി? ഈവൻ 2,50,000 പോലും അല്ല, അയാളുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ട എമൗണ്ട് എത്രയാണ്? നമുക്ക് 60 ഈ സെക്കൻഡ് ബില്ല് ഡ്രോ ചെയ്തിരിക്കുന്നത്
66,984 അല്ലെ, 66,984 അതിന്റെ 50 പൈസ കിട്ടണു എന്നുള്ള പേരിൽ മാത്രം എന്ത് ചെയ്താൽ മതി, എൻട്രി എഴുതിയാൽ മതി. ഓക്കെ, അത്ര മാത്രം എൻട്രി ചെയ്താൽ മതി. സോ എങ്ങനെ എൻട്രി വരും, നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ആർ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും അല്ലെ. 66,984 ബാക്കിയുള്ള എമൗണ്ട് അയാൾക്ക് നമുക്ക് കിട്ടാൻ പോണില്ല. ഇതാണ് നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം. ഇപ്പൊ ഇതിൽ കുട്ടികൾക്ക് ഡൗട്ട് വരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ലക്ഷം രൂപ തരാനുണ്ട്. ഇപ്പൊ എങ്ങനെയും എന്റെ കയ്യിൽ നിന്ന്, അതായത് പിയുടെ കയ്യിൽ നിന്ന് 2,80,000 രൂപ പോവുമല്ലോ എന്നാണ് വിചാരിക്കുക. പക്ഷെ ഇത് നടക്കുന്നത് ബിഫോർ ദ ഡ്യൂ ഡേറ്റ്. ഡ്യൂ ഡേറ്റിന് മുന്നേ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പൊ എന്തായാലും ഡ്യൂ ഡേറ്റ് നടക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ നിന്ന് എമൗണ്ട് പോകും. അപ്പൊ അതും കൂടി ബാഡ് ഡെറ്റ് ആയിട്ട് എഴുതണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് നടക്കുന്ന സംഭവത്തിനെ കുറിച്ച് നമ്മൾ ഇവിടെ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഡ്യൂ ഡേറ്റിന് മുന്നേ നടക്കണ വരെയുള്ള എൻട്രി മാത്രം കൊടുത്താൽ മതി. ഡ്യൂ ഡേറ്റിന് മുന്നേ എനിക്ക് കാര്യം മനസ്സിലായി, ഇയാളുടെ കയ്യിൽ നിന്ന് എനിക്ക് എമൗണ്ട് കിട്ടാൻ പോണില്ല. ഇപ്പൊ ഞാൻ ഡ്രോ ചെയ്തിരിക്കുന്ന സെക്കൻഡ് ബില്ലാണ്. ആ സെക്കൻഡ് ബില്ലിന്റെ കാര്യം മാത്രം നമ്മൾ ബാഡ് ഡെറ്റ് ആയിട്ട് കാണിച്ചാൽ മതി. ക്ലിയർ ആവുണ്ടോ? സോ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ബാഡ് ഡെറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ അയാളുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ള 66,984 ഈ എമൗണ്ട്, അതിന്റെ 50% ബാഡ് ഡെറ്റ്, ബാക്കി 50% ക്യാഷ് ആയിട്ടോ ബാങ്ക് ആയിട്ടോ whatever it is അതെങ്ങനെ എഴുതാം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നടക്കണേനൊന്നും എൻട്രി എഴുതി പോകേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ഒരു പോയിന്റിൽ നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, സോ ഈ നമ്മൾ എൻട്രി എഴുതി എവിടെയൊക്കെ 6 വരണോ 6ന്റെ അക്കൗണ്ട് ആണ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമല്ലേ, ജേർണൽ എൻട്രി നോക്കി ലെഡ്ജർ വരച്ചാൽ മാത്രം മതി. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. സോ സ്റ്റുഡൻസ്, നമ്മൾ ബില്ല് കഴിഞ്ഞിട്ടുള്ള അടുത്ത ചോദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ആവറേജ് ഡ്യൂ ഡേറ്റിന്റെ ആണ്. ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചിരുന്നെങ്കിൽ ഇത് മ്യൂച്വൽ ഡീലിംഗ് ആണ് അല്ലെ. ഒരാൾ മറ്റൊരാൾക്ക് വിൽക്കുന്നുണ്ട്, അതേ ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങുന്നുമുണ്ട് അല്ലെ. സോ ഇറ്റ്സ് എ മ്യൂച്വൽ ഡീലിംഗ്സ്. പ്രൊഡക്റ്റ് മെത്തേഡ് തന്നെ ഡീൽ ചെയ്യണം. ക്വസ്റ്റ്യനിൽ ബേസ് ഡേറ്റ് അവർ തന്നെ കൺസിഡർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. സോ വി ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ. വി കാൻ ടേക്ക് ഫസ്റ്റ് ഡേറ്റ് തന്നെ ബേസ് ഡേറ്റ് ആയിട്ട് എടുക്കരുത്. 20-ാം തീയതി തന്നെ ഓഗസ്റ്റ് ബേസ് ഡേറ്റ് ആയിട്ട് എടുക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ അതിന്റെ ആൻസർ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. നമുക്ക് ഇവിടെ ഗുഡ് സോൾഡ് ബൈ മിസ്റ്റർ ബി ടു മിസ്റ്റർ ജി ആൻഡ് അതേപോലെ ഗുഡ് സോൾഡ് ബൈ മിസ്റ്റർ ജി ടു മിസ്റ്റർ ബി. അപ്പൊ ഇതിന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയുമെങ്കിൽ എക്സാക്ട് ആയിട്ടുള്ള രീതിക്ക് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ 5 marks is all yours. നിങ്ങൾക്കറിയാം ബേസ് ഡേറ്റ് പ്ലസ് ഓർ മൈനസ് ഡിഫറൻസ് ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഓഫ് എമൗണ്ട് അല്ലെ. അതിന്റെ ആൻസർ ദാ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. എല്ലാം ഡ്യൂ ഡേറ്റും കാര്യങ്ങളും ടാബുലാർ പ്രസന്റേഷൻ മസ്റ്റ് ആണ്. എമൗണ്ട് 35,000, 30,000, 32,000 അതിന്റെ ടോട്ടൽ ചെയ്ത് വെക്കുക. നമ്പർ ഓഫ് ഡേയ്സ്, സിൻസ് അവര് ബേസ് ഡേറ്റിന്റെ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ കാരണം കൊണ്ട്, ദാറ്റ് ഈസ് ഓഗസ്റ്റ് 20-ാം തീയതി എന്നുള്ള ബേസ് ഡേറ്റ് അവർ എടുത്തു പറഞ്ഞ കാരണം കൊണ്ട് അതന്നെ എടുക്കണം. യു ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ. സോ ആദ്യത്തെ 3 ദിവസം, then 31 days, 57 days അങ്ങനെ പോവും. പ്രൊഡക്റ്റ് മെത്തേഡ് തന്നെ ഉപയോഗിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ആൻഡ് അത് തന്നെ ചെയ്യുക. ഓക്കെ, ചെയ്തിരിക്കും എന്നുള്ളതാണ് വിശ്വാസം. ആൻഡ് ഫോർ ബീസ് പേയ്മെന്റും ഇതേ മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. സോ ഓട്ടോമാറ്റിക്കലി എക്സസ് ഓഫ് ജീസ് പ്രോഡക്റ്റ് ഓവർ ബീസ് പ്രോഡക്റ്റ്, നമ്മുടെ പ്രൊഡക്റ്റ് ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടാവും, ജിഡിയും കണ്ടുവച്ചിട്ടുണ്ടാവും, ബിഡിയും കണ്ടുവച്ചിട്ടുണ്ടാവും. അത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 7,82,000 ആണ്. ആൻഡ് എമൗണ്ടും നമ്മൾ ടോട്ടൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ രണ്ടെണ്ണത്തിന്റെ ഡിഫറൻസ് എമൗണ്ട് എന്ന് പറയുന്നത് 26,000 ആണ്. ആൻഡ് ആസ് I have already told, base date 20th August ആണ്. 20th August plus ഡിഫറൻസ് ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ ഡിഫറൻസ് ഓഫ് എമൗണ്ട് 30 days വരുന്നുണ്ട്. അപ്പൊ 20-ാം തീയതി ഓഗസ്റ്റ് മുതൽ 30 ദിവസം എന്ന് കണക്കാക്കുമ്പോൾ 19-ാം തീയതി സെപ്റ്റംബർ ആണ് നമ്മുടെ ആൻസർ കിട്ടേണ്ടത്. ഇത് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. then 5 marks is all yours. Okay, format must. കേട്ടല്ലോ. So let's not waste our time and we can quickly move to the next question. അവർ ചോദിച്ചിരിക്കുന്നത് കറണ്ട് അക്കൗണ്ട് ആണ്. ഇതിൽ നിന്നും ഒരു എക്സ്പെക്ടേഷനും തെറ്റിയില്ല. എല്ലാ പ്രീവിയസ് ഇയേഴ്സ് പേപ്പറിലും എല്ലാ RTP MTPയിലും ഈ ആവറേജ് ഡ്യൂ ഡേറ്റ് അക്കൗണ്ട് കറണ്ട് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. സോ ഇവിടെ നോക്കിക്കോളൂ. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലർ പ്രിപ്പയർ അക്കൗണ്ട് കറണ്ട് ആസ് സെറ്റ് ബൈ റോസ് ടു ലില്ലി. ഓക്കെ, ആസ് ഓൺ 31 മാർച്ച് 2023 ബൈ മീൻസ് ഓഫ് പ്രൊഡക്റ്റ് മെത്തേഡ് തന്നെയാണ്. ചാർജിങ് ഇൻട്രസ്റ്റ് ആറ്റ് 6% per annum. ഇൻട്രസ്റ്റ് 6% മാർച്ച് 31-ാം തീയതിയാണ് നമ്മുടെ ലാസ്റ്റ് ആ ഡേറ്റ്. അതുമായിട്ട് വേണം നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യാൻ. സോ ഇവിടെ ഡേറ്റുകൾ തന്നിട്ടുണ്ട്, ഡ്യൂ ഡേറ്റുകൾ. അപ്പൊ അത് തന്നെ ആയിരിക്കും എന്തായാലും. 1/1/2023, 10/1/2023, 15/1/2023. സോ ഇൻ ദ ബുക്സ് ഓഫ് റോസ് യു ആർ പ്രിപ്പയറിംഗ്. റോസിന്റെ ബുക്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ലില്ലി ഇൻ അക്കൗണ്ട് കറണ്ട് വിത്ത് റോസ് അല്ലെ. ഇൻട്രസ്റ്റ് 2/31/2023 വരെ 6% പ്രൊഡക്റ്റ് മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത്. നോർമൽ. ഇതിലൊന്നും അധികം ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്ത് നോക്കാം, ഒന്ന് ആൻസർ വെരിഫൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ലാസ്റ്റ് 111.45 കിട്ടണം. ഓക്കെ, ഇതല്ലെങ്കിൽ ഈ ചോദ്യം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺസൈൻമെന്റിന്റെ ചോദ്യവും ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൺസൈൻമെന്റിലാണ് ട്വിസ്റ്റ്.
എല്ലാ സ്റ്റുഡൻസും പ്രതീക്ഷിച്ചിരുന്നു വലിയൊരു കൺസൈൻമെന്റ് പ്രോബ്ലം വരും, 10 മാർക്സ് 15 മാർക്സ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കൺസൈനിയുടെ ബുക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതും കൺസൈനറുടെ ബുക്ക് പോലും അല്ല, ഇവിടെ കൺസൈനിയുടെ ബുക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈസി, ആ ക്വസ്റ്റ്യൻ അത്രയും വേർത്തുള്ളൂ. സോ നമുക്ക് നോക്കാം. മിസ്റ്റർ എക്സ് കൺസൈൻ ഗുഡ്സ് കോസ്റ്റിംഗ് 1,50,000 ടു മിസ്റ്റർ വൈ. അപ്പൊ വൈയുടെ ബുക്കിലാണ് എൻട്രി ചെയ്തേണ്ടത്. അപ്പൊ വൈക്ക് ഗുഡ്സ് കൺസൈൻ ചെയ്ത് കിട്ടുന്ന സമയത്ത് അതിനൊന്നും എൻട്രി പാസ് ചെയ്യില്ല. ആൻഡ് സ്പെൻഡ് ₹1,800 ഓൺ ഇൻഷുറൻസ്, അത് എക്സിന്റെ ഇത്. ആൻഡ് മിസ്റ്റർ വൈ റിസീവ്ഡ് ദ ഗുഡ്സ് ആൻഡ് സ്പെൻഡ് ₹2,000 ഓൺ ഫ്രൈറ്റ്. അപ്പൊ വൈ വന്നിട്ട് ഫ്രൈറ്റിന് വേണ്ടിയിട്ട് ഒരു 2,000 രൂപ ചെലവാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എൻട്രി നോക്കിയാൽ അറിയാം, എക്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് 2,000 രൂപ 2,000 രൂപ. ഇത് ആക്ച്വലി 20,000 അല്ല 2,000 രൂപ. ഓക്കെ, 20,000 അല്ല 2,000 രൂപ. ഓക്കെ, 2,000 എടുത്താൽ മതി. ആൻഡ് രണ്ടാമത്തെ നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്, 1,500 ഒരു ചെലവാക്കിയിട്ടുണ്ട് അല്ലെ, 1,500 രൂപയും എന്ത് ചെയ്തിട്ടുണ്ട്, ചെലവാക്കിയിട്ടുണ്ട്. അപ്പൊ 1,500 രൂപ ചെലവാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും സ്വാഭാവികമായിട്ടും എന്താണ്, അതിനുള്ള അതേ എൻട്രി എക്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് എന്താണ് 1,500, അല്ലെങ്കിൽ എക്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അല്ലെ. ഇനി മിസ്റ്റർ വൈ send bank draft of ₹50,000 to Mr. X as advance payment and send his account sales showing that 4/5 of the goods had been sold for ₹1,40,000. അപ്പോൾ അഡ്വാൻസ് ആദ്യം തന്നെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, കയ്യിൽ നിന്ന് ക്യാഷ് അഡ്വാൻസ് ആദ്യം തന്നെ അയച്ചു കൊടുക്കുന്നുണ്ട്. ആർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്, എക്സിന് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ എൻട്രിയും എക്സിന് കൊടുക്കാനുള്ളത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്താണ്, അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എക്സിന് കൊടുക്കാനുള്ള എമൗണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്, വിച്ച് ഇസ് ലൈക്ക് എത്രയാ കൊടുക്കുന്നത്, 50,000 rupees കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എക്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് 50,000. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, and send his account sale showing that 4/5 of the good had been sold for 1,40,000. കിട്ടിയ ഗുഡ്സ് 4/5, അതിന്റെ 4/5 ഭാഗം വിറ്റു. എത്ര രൂപയ്ക്കാണ് വിറ്റിരിക്കണേ, 1,40,40,000 രൂപ. അപ്പൊ അതിന്റെ എമൗണ്ട് ആർക്ക് കൊടുക്കാനുള്ളതാണ്, എക്സിന് കൊടുക്കാനുള്ളതാണ്. അപ്പോ സ്വാഭാവികമായിട്ടും അതിന്റെ എൻട്രി എന്ന് പറയുന്നത്, സെയിലിന്റെ എൻട്രി എന്ന് പറയുന്നത്, ഇപ്പോ വിറ്റിട്ട് ആ ക്യാഷ് ആരുടെ കയ്യിലാണുള്ളത്, സ്വാഭാവികമായിട്ടും ആരുടെ കയ്യിലാണുള്ളത്, വൈയുടെ കയ്യിലാണുള്ളത്. അപ്പൊ ക്യാഷ് കിട്ടുന്നു, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, പക്ഷെ അത് ആർക്കുള്ളതാണ്, എക്സിനുള്ളതാണ്. അപ്പൊ 2x എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, 2x എന്ന് പറഞ്ഞിട്ട് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു എക്സ് 1,40,000. ഇനിയും ചില സ്റ്റുഡൻസ് എന്ത് ചെയ്യും പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്റ്റർ അക്കൗണ്ട് ഡെബിറ്റ് ടു എക്സ് എന്ന് എഴുതാറുണ്ട്. അതും തെറ്റല്ല. ഇനി കമ്മീഷൻ കിട്ടാനുണ്ട്, ഡെൽ ക്രെഡിറ്ററി കമ്മീഷൻ അല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എക്സിന്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കമ്മീഷൻ കിട്ടാനുണ്ട്. അപ്പൊ എക്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു കമ്മീഷൻ അക്കൗണ്ട് 1,40,40,000 8%. ആൻഡ് ബാഡ് ഡെപ്റ്റ് വരുന്നുണ്ട് ഒരു 5,000. അത് ആരെന്നെ വഹിക്കണം, എക്സ് തന്നെ വഹിക്കണം. നിങ്ങൾ ഡെപ്റ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സംഭവം, അതായത് ലൈക്ക് ആ ബാഡ് ഡെപ്റ്റ് ആരെന്നെ വഹിക്കണം, എക്സ് തന്നെ വഹിക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ എക്സിനെ കൊണ്ട് തന്നെ അതിനെ ബെയർ ചെയ്യിപ്പിക്കാൻ എക്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു, ഒന്നില്ലെങ്കിൽ ക്യാഷ്, കാരണം ക്യാഷ് അത്രയും കമ്മിയായി കൊടുത്താൽ മതി, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡെപ്റ്ററിന് എഴുതി വെക്കുക. അപ്പോൾ ഇഫക്റ്റ് സെയിം ആയിക്കോളും. നിങ്ങൾ ഡെപ്റ്റർ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും ഡെപ്റ്ററിന് എഴുതാം. ഇനി കൺഫ്യൂഷൻ വേണ്ട, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നോർമലി നിങ്ങൾ പഠിച്ച രീതിക്ക് തന്നെ ചെയ്താൽ മതി, അതിൽ ഒരു തെറ്റുമില്ല. ഇത്രയേ ഉള്ളൂ. സോ ഇത്രയും 5 മാർക്കിന്റെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദ മാർക്ക് ഇസ് ഓൾ യുവേഴ്സ്. സോ അത്ര വರ್ತേ ഉള്ളൂ ആ ക്വസ്റ്റിന് എന്നുള്ളതാണ് സാരം. ബാഡ് ഡെപ്റ്റ് ആര് വഹിക്കണില്ല, നമ്മുടെ കൺസൈനി അല്ല വഹിക്കണം, കാരണം ഡെൽ ക്രെഡിറ്ററി കമ്മീഷൻ കൊടുത്തിട്ടില്ല. ആൻഡ് നമ്മുടെ കൺസൈനർ ആണ് വഹിക്കുന്നത് അല്ലെ. അപ്പോ കൺസൈനർ വഹിക്കുമ്പോൾ അത്രയും എമൗണ്ട് അയാൾക്ക് കമ്മിയായി കൊടുത്താൽ മതി എന്നുള്ളതാണ് സാരം. ഓക്കെ, ഇനി കയ്യോടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് വന്നിട്ട് നമ്മുടെ വലിയ P&L ട്രേഡിംഗ് P&L ബാലൻസ് ഷീറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് പിന്നെ ജസ്റ്റ് ഓരോന്ന് വായിച്ചു പോകുമ്പോൾ തന്നെ എവിടെ വരും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ബാങ്ക് ചാർജ് P&L അക്കൗണ്ടിൽ കാണിക്കണം, ഡെബിറ്റ് ബാലൻസ്, ബിൽഡിംഗ് ബാലൻസ് ഷീറ്റ്, ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റ്, ക്യാരേജ് ഔട്ട്വേർഡ് P&L അക്കൗണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക് ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഇൻ ഹാൻഡ് ബാലൻസ് ഷീറ്റ്, ഡിസ്കൗണ്ട് അലൗഡ് P&L അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് P&L അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ്, ഡ്രോയിങ്സ് ബാലൻസ് ഷീറ്റ്, ലയബിലിറ്റി സൈഡ് ക്യാപിറ്റൽ നിന്ന് മൈനസ് ചെയ്ത് കാണിക്കണം, ഇലക്ട്രിസിറ്റി ചാർജ് നമ്മുടെ P&L അക്കൗണ്ടിൽ കാണിക്കണം അല്ലെ, ഡെബിറ്റ് സൈഡ്. അതുപോലെ ഫ്രൈറ്റ് ഓൺ പർച്ചേസ് എന്ന് വെച്ചാൽ കാരേജ് ഇൻവേർഡ് എന്നാണ് അർത്ഥം, ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കണം.
ആൻഡ് ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചർ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. ജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് മാത്രം പറഞ്ഞുതരാം, നിങ്ങൾക്കത് വിഷ്വലൈസ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇറ്റ്സ് സോ ഈസി. ജനറൽ ഓഫീസ് എക്സ്പെൻസ് എന്ന് പറയുന്നത് P&L അക്കൗണ്ടിൽ കാണിക്കണം. ഇൻഷുറൻസ് പ്രീമിയം P&L അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ അതും ഡെബിറ്റാ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടതാണ്, ചെലവാണ്. അപ്പൊ P&L അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, ലോണ് ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ആൻഡ് അതുപോലെ തന്നെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി P&L അക്കൗണ്ട് വരും. പർച്ചേസ് റിട്ടേൺ ട്രേഡിംഗ് അക്കൗണ്ടിൽ പർച്ചേസ് എന്ന് മൈനസ് ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് പർച്ചേസ് റിട്ടേൺ കാണിക്കാം. പർച്ചേസ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് വരും. റെന്റ് ഫോർ ഗോഡൌൺ P&L അക്കൗണ്ടിൽ വരും. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ സാലറി P&L അക്കൗണ്ട്, സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ട്, സെയിൽസ് റിട്ടേൺ ട്രേഡിംഗ് അക്കൗണ്ട് സെയിൽസ് നിന്ന് മൈനസ് ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡ് കാണിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. സ്റ്റോക്ക് ഓൺ 1/4/2022 നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ വരും. സൺട്രി ക്രെഡിറ്റർ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡ്, സൺട്രി ഡെപ്റ്റർ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ്, വെഹിക്കിൾ സ്വാഭാവികമായിട്ടും ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ്, വെഹിക്കിൾ റണ്ണിംഗ് എക്സ്പെൻസ് P&L അക്കൗണ്ടിൽ കാണിക്കണം, ഡെബിറ്റ് ബാലൻസ്. അല്ലെ, നിങ്ങളോട് എന്ത് ഉണ്ടാക്കാനാ പറഞ്ഞിരിക്കുന്നത്? ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് ഉണ്ടാക്കാനാ പറഞ്ഞിരിക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് അവർ തന്നിട്ടുണ്ട്. അപ്പൊ ഈ അഡ്ജസ്റ്റ്മെന്റ് ഉള്ള ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡും കാണിക്കണം, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡും കാണിക്കണം. കഴിഞ്ഞു, ദാറ്റ്സ് ഓൾ. പിന്നെ അവിടെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ദിസ് ഇൻക്ലൂഡ് ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദ കസ്റ്റമർ ഓൺ 31st March 2023 to the value of rupees 22,000 for which no entry has been passed in the book. ഒരു കസ്റ്റമർ 22,000 രൂപയുടെ ഗുഡ്സ് വാങ്ങിച്ച ഒരു കസ്റ്റമർ നമുക്ക് ഗുഡ്സ് തിരികെ തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? എൻട്രി ചെയ്തിട്ടില്ല. അപ്പൊ എൻട്രി എഴുതൂ. എൻട്രി ചെയ്തുമ്പോൾ എന്താ വരിക? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റ് ടു കസ്റ്റമർ അല്ലെങ്കിൽ ഡെപ്റ്റർ അല്ലെ. അപ്പൊ ഇതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യും? ആ 22,000 സെയിൽസ് റിട്ടേണിൽ നമ്മൾ വരുന്നുണ്ട്. അപ്പൊ സെയിൽസ് അതും കൂടി മൈനസ് ചെയ്ത് കാണിക്കണം, 22,000. ആൻഡ് ഡെപ്റ്റർ, അയാൾ നമ്മുടെ ഡെപ്റ്റർ അല്ലാതാവുകയാണ് അല്ലെ. അപ്പൊ ആ ഡെപ്റ്റർ എന്ത് ചെയ്ത് കാണിക്കണം? 22,000 മൈനസ് ചെയ്ത് കാണിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്താനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. ആൻഡ് പർച്ചേസ് ഇൻക്ലൂഡ് ഫർണിച്ചർ പർച്ചേസ്ഡ് ഓൺ 1/10/2022 ഫോർ 30,000. ഓക്കെ, അപ്പോ ഒക്ടോബർ 1-ാം തീയതി അല്ലെ, ഒക്ടോബർ 1-ാം തീയതി 30,000 രൂപയുടെ ഫർണിച്ചർ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഏതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം? പർച്ചേസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അത് തെറ്റാണ്. പർച്ചേസ് എന്ന് 30,000 രൂപ മൈനസ് ചെയ്ത് കാണിക്കണം. കൂടാതെ ഫർണിച്ചറിന്റെ വാല്യൂ എത്രയുണ്ടെന്ന് നോക്കുക. ഇവിടെ ഫർണിച്ചറിന്റെ വാല്യൂ എത്രയുണ്ട്? ഓൾറെഡി ചോദ്യത്തില് ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചർ 3,21,000 ഉണ്ട്. ഇത് ഓൾറെഡി ഉള്ള ഫർണിച്ചർ ആണ്. അപ്പൊ ഇതിന്റെ തേയ്മാനം കൊടുക്കണം. ഇത് കൂടാതെ വേറൊരു ഫർണിച്ചർ അഡീഷണലി വാങ്ങിച്ചിട്ടുണ്ട് 30,000 രൂപയുടെ. എപ്പോഴാ വാങ്ങിച്ചിരിക്കണം? ഒക്ടോബർ. നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ചിലാണ് അല്ലെ, മാർച്ച്. അപ്പൊ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 6 മാസത്തെ തേയ്മാനം നമ്മൾ കൊടുക്കണം. ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചർ 10%. ഓൾറെഡി ഉള്ള ഫർണിച്ചറിന് ഫുൾ വർഷത്തെ തേയ്മാനം കൊടുക്കും. അഡീഷണലി വാങ്ങിച്ചത് 6 മാസത്തേക്ക് മാത്രം. കൂടാതെ പർച്ചേസ് ആ ഫർണിച്ചർ വാല്യൂ മൈനസ് ചെയ്ത് കാണിക്കും വേണം. കാരണം എന്താണ്? അത് പർച്ചേസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിൽഡിങ്ങിന് 5% കൊടുക്കുക. ബിൽഡിങ്ങിന്റെ വാല്യൂ നോക്കുക. നോർമൽ ഡിപ്രീസിയേഷൻ P&L അക്കൗണ്ടിൽ കാണിക്കും. ബാലൻസ് ഷീറ്റിൽ കാണിക്കുമ്പോൾ ബിൽഡിംഗിന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചറും, അതുപോലെ തന്നെയാണ് വെഹിക്കിളും. ഇതൊന്നും ഡീറ്റെയിൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല, സിമ്പിൾ അഡ്ജസ്റ്റ്മെന്റ് ആണ്. പിന്നെ അടുത്തത് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവുക. പക്ഷേ നിങ്ങൾ പഴയ RTP MTP ഇതൊക്കെ നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അതിന് വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടിയിട്ടുണ്ടാവും. സൺട്രി ഡെപ്റ്ററിൽ എന്തുണ്ട്? Sundry debtor include 35,000 due from Goku and sundry creditor include rupees 25,000 due to him. Sundry debtor ഗോകു എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള 35,000 ഉണ്ട്. അതേസമയം സൺട്രി ക്രെഡിറ്ററിൽ നമ്മൾ അയാൾക്ക് കൊടുക്കാനുള്ള ഒരു 25,000 അയാളുടെ കയ്യിലുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ പറയുന്നത് 25,000. അതാണ് കോമൺ. ആ കോമൺ ആയിട്ടുള്ള കാര്യം രണ്ടും മൈനസ് ചെയ്ത് കാണിക്കുക അല്ലെ. നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് 35,000 കിട്ടാനുണ്ട്, ഞാൻ നിങ്ങൾക്ക് 25,000 തരാനുണ്ട്. അപ്പോ ഡിഫറൻസ് വാല്യൂ 10,000 രൂപയുടെ ഇഫക്റ്റ് വന്നാൽ പോരെ. അങ്ങനെ എങ്ങനെ കാണിക്കാൻ പറ്റും? അപ്പോ 35,000 എന്ന് പറയുമ്പോൾ സൺട്രി ഡെപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? സൺട്രി ഡെപ്റ്ററിന്റെ വാല്യൂ എത്രയുണ്ടെന്ന് നോക്കുക. ആ സൺട്രി ഡെപ്റ്ററിന് എന്ത് ചെയ്യുക? 25,000 മൈനസ് ചെയ്യുക. അതേപോലെ സൺട്രി ക്രെഡിറ്ററിന്റെ വാല്യൂ എത്രയുണ്ടെന്ന് നോക്കുക. അതൊന്നും എന്ത് ചെയ്യുക? 25,000 മൈനസ് ചെയ്യുക. രണ്ടെണ്ണവും കമ്പയർ ചെയ്തിട്ട് ഏതാണോ ലോവർ അതിനെയാണ് നിങ്ങൾ കോമൺ പോയിന്റ് ആയിട്ട് എടുത്ത് മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഈസ് ടു ബി മെയിൻറ്റെയിൻഡ് അറ്റ് 4% ഓഫ് സൺട്രി ഡെപ്റ്റർ. സൺട്രി ഡെപ്റ്ററിന് 4%. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. സൺട്രി ഡെപ്റ്ററിൽ ആ ഗോകുയുടെ അടുത്തുനിന്ന് കിട്ടേണ്ട 25,000 നമ്മൾ മൈനസ്, ഗോകുന് നമ്മൾ കൊടുക്കാനുള്ള 25,000 മൈനസ് ചെയ്തിട്ട് ബാലൻസിങ് സൺട്രി ഡെപ്റ്ററിന് വേണം 4% എന്ത് ചെയ്യാൻ? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ എന്നുള്ളത് മറക്കരുത്. ഇതിൽ പിന്നെ ബാഡ് ഡെപ്റ്റും കാര്യങ്ങളൊന്നും വേറെ ഇല്ല. ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കൂ. 42,000 പ്രൊപ്രൈറ്റേഴ്സ് ലൈഫ് ഇൻഷുറൻസ് പോളിസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് പേഴ്സണൽ ആവശ്യമാണ്. അപ്പോ നമ്മൾക്ക് നോക്കേണ്ടത് ഇൻഷുറൻസ് പ്രീമിയം എത്രയുണ്ട് എന്നാണ്. ഇൻഷുറൻസ് പ്രീമിയം നമ്മൾക്ക് എത്രയുണ്ട്? 82,500 റുപ്പി ഉണ്ട് അല്ലെ. ആ 82,500 ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താന്ന് നോക്കുക. 82,500
42,000 ആരുടെയാണ്? ഓണർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മൾ ഇതിൽ ബിസിനസിന്റെ കാര്യത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 42,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 40,500. ഇതാണ് ബിസിനസിന് വേണ്ടിയുള്ളത്. പക്ഷെ അതും എപ്പോഴത്തേക്കാണ് എടുത്തിരിക്കണം? 1/5/2022 മുതൽ 30/4/2023 വരെ. നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് എപ്പോഴാ? ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ 31/3/2023. ഒരു മാസം എക്സ്ട്രാ നമ്മൾ അടച്ചിട്ടുണ്ട് എന്ന് അർത്ഥം. അപ്പൊ 40,500 എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ 12 × 1 ചെയ്യുമ്പോൾ എത്രയാണോ വരുന്നത്, ഒരു മാസം എക്സ്ട്രാ നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട് എന്ന് അർത്ഥം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രയാണോ വാല്യൂ കിട്ടുന്നതാണ് പ്രീപെയ്ഡ്. ആ പ്രീപെയ്ഡിന് എന്ത് ചെയ്യണം? നമ്മൾ ഇൻഷുറൻസ് മൈനസ് ചെയ്ത് കാണിക്കണം. ആൻഡ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് പറഞ്ഞ് കാണിക്കണം. ഇത്രയേ ഉള്ളൂ. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. എക്സ്ട്രാ രണ്ട് പുതിയ കാര്യം, പുതിയതുപോലും അല്ല. നിങ്ങൾ RTP MTP നോക്കിയിട്ടുണ്ടെങ്കിൽ യു മൈറ്റ് ഹാവ് നോൺ ദിസ് അല്ലേ. ഇനി അടുത്തത് നോക്കിക്കോളൂ. PQ and R are the three partners in a firm. Partnership deed includes the following. R-ന് സാലറി കിട്ടാനുണ്ട് 10,000 രൂപ per annum. Okay. PQ and R are to get interest at 6% on their respective capital of rupees 2,50,000, rupees 1,50,000 and rupees 1 lakh. അവരുടെ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഫട്ടാഫട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6%, 2,80,000 6%, 1,80,000 6%, 1,00,000 6%. അതുപോലെ R is to get extra benefit of 10% of profit in excess of 50,000 after providing for 1 and 2 above. മേലെ പറഞ്ഞിരിക്കുന്ന സാലറിയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എത്രയാണോ ലാഭമുള്ളത്, ആ ലാഭത്തിന്റെ 50,000-നേക്കാളും കൂടുതലായിട്ട് എത്രയാണോ ഉള്ളത് അതിന്റെ 10%. അപ്പൊ എത്രയാണോ ബാലൻസ് പ്രോഫിറ്റ് വരിക അതിന്റെ 50,000 മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ടിന്റെ 10% എന്ത് കൊടുക്കണം? എക്സ്ട്രാ ബെനിഫിറ്റ് കൊടുക്കണം. ആർക്ക് കൊടുക്കണം? ഇതാണ് റൂള്. ഇനി Q is entitled to get of 10% of profit. പ്രോഫിറ്റിന്റെ 10% ആഫ്റ്റർ പ്രൊവൈഡിങ് ഫോർ 1, 2 and 3. മേലെ പറഞ്ഞ 1, 2, 3 അത് മൂന്നും കൊടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി എത്രയാണോ ലാഭം ഉള്ളത് അതിന്റെ 10%. ആൻഡ് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഷെയർ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? 5:3:2. പൊതുവെ ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു എല്ലാവരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അതും വന്നില്ല. നോർമലി ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ കാൽക്കുലേഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻസ്. 5 മാർക്ക്. ഓക്കെ. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, അതിന്റെ ആൻസർ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ഇറ്റ്സ് സോ സിമ്പിൾ. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 3,50,000 ലാഭമുണ്ട്. സാലറി 1,20,000. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ 6% വെച്ച് കൊടുത്തു 30,000 രൂപ. അപ്പൊ 3,50,000 1,20,000 രൂപ സാലറി മൈനസ് ചെയ്തു, 30,000 രൂപയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മൈനസ് ചെയ്തു. ടോട്ടൽ ബാക്കിയുള്ള ലാഭം 2 ലക്ഷം. ആ 2 ലക്ഷത്തിന് 50,000 മാത്രം മാറ്റി വെച്ച്, അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ എക്സസ് ഓഫ് 50,000. 50,000-നേക്കാളും എത്ര കൂടുതലുണ്ട്? 1,50,000 രൂപ കൂടുതലുണ്ട്. ആ 1,50,000-ന്റെ 10% ആർക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടേണ്ടത്? ആറിന് എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടേണ്ടത്. അപ്പൊ ആറിന് കൊടുക്കേണ്ടത് 15,000. അപ്പൊ ആ 2 ലക്ഷത്തിന് 15,000 മൈനസ് ചെയ്താൽ ബാക്കിയുള്ള ലാഭം 1,85,000. ആ 1,85,000-ന്റെ 10% ആർക്ക് പ്രോഫിറ്റ് കിട്ടേണ്ടത്? Qന് കൊടുക്കേണ്ട എക്സ്ട്രാ ബെനിഫിറ്റ് അല്ലെ? 18,500. ഇനി ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി എത്രയാണോ ലാഭം ഉള്ളത് ആ ലാഭത്തിന് എന്ത് ചെയ്യണം? 5:3:2. അതല്ലേ റേഷ്യോ പറഞ്ഞിരിക്കുന്നത്? യെസ്. 5:3:2 ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിൽ വലിയ കാര്യം ഒന്നുമില്ല. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെ? സോ ഈസി ആയിട്ട് 5 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് അടുത്തത് പാർട്ട്ണർഷിപ്പിന്റെയാണ്. റിട്ടയർമെന്റിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ? Y ആണ് റിട്ടയർ ആവണത്. XYZ പാർട്ട്നേഴ്സ്. അവർ റേഷ്യോ 5:3:2 നമ്മൾ ചോദ്യം കിട്ടിയിട്ട് ഓൾഡ് ഗുഡ് വിൽ ഒന്നുമില്ല. ജനറൽ റിസർവ് ഉണ്ട്. അപ്പൊ അത് വീതിച്ചു കൊടുക്കും ഓൾഡ് റേഷ്യോയില് അല്ലെ? അതുപോലെ ഇവിടെ ബിൽഡിങ്ങിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു 20%. അപ്പൊ 2 lakhന്റെ 20%. അപ്പൊ ബിൽഡിങ്ങിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബിൽഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. ആൻഡ് ഡിപ്രീഷിയേറ്റ് മെഷീനറിനെ 5% കുറയ്ക്കണം. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു മെഷീനറി അക്കൗണ്ട്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ പുതിയതായി ക്രിയേറ്റ് ചെയ്യണം ലയബിലിറ്റി. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുളിന്റെ 10%, 1,95,000-ന്റെ 10%. അത്രയേ ഉള്ളൂ. സോ ഇതൊന്നും ഞാൻ എഴുതി കാണിക്കണില്ല. നോർമൽ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഫേമിന്റെ ഗുഡ്വിൽ എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? 1,60,000. ഗുഡ്വിൽ ബുക്കിൽ റേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട്. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് എന്ത്? സാക്രിഫൈസിംഗ് റേഷ്യോ സെപ്പറേറ്റ് ആയി കണ്ടുപിടിച്ചിരിക്കണം. ഇവിടെ ആരാ റിട്ടയർ ആവണം? Y. അപ്പൊ എക്സിന്റെയും സെഡിന്റെയും നോട്ട് സാക്രിഫൈസിംഗ് റേഷ്യോ പറഞ്ഞു തെറ്റിപ്പോയി. ഗെയിനിങ് റേഷ്യോ കാരണം Y പോണ കാരണം കൊണ്ട് ആരാണ് ഇവിടെ ഗെയിൻ ആവണത്? നമ്മുടെ റിമൈനിങ് പാർട്ട്നേഴ്സ് എത്ര ഗെയിൻ ആവണം എന്നുള്ള റേഷ്യോ കണ്ടുപിടിക്കുക. അതിൽ
നമുക്ക് ഗുഡ്വില്ലിന്റെ കാര്യത്തിൽ ഒരു ഒറ്റ ജേർണൽ എൻട്രിയേ ഉള്ളൂ. എന്താണ്? ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ ഗെയിൻ ആവണ പാർട്ട്നേഴ്സ് റിട്ടയറിംഗ് പോണ പാർട്ട്ണർക്ക് അയാളുടെ ഷെയർ കൊടുക്കണം. 1,60,60,000 ആണ് ഗുഡ്വില്ലിന്റെ ഫേമിന്റെ ഗുഡ്വിൽ. അതിൽ റിട്ടയർ ആയി പോണ ആളാരാ? വൈയുടെ ഷെയർ എത്രയുണ്ട് നമുക്ക്? അപ്പൊ 3/10 അല്ലെ? അപ്പോ കാരണം വൈയുടെ 3 ആണല്ലോ ഷെയർ, അപ്പൊ 3/10 അത് 3/10 നമ്മള് അയാളുടെ ഷെയർ എത്രയാന്ന് നോക്കിയിട്ട് അതിനെ ഗെയിനിങ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കും. പിന്നെ ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് entire sum payable to Y should be bought by X and Z in such a way as to make their capital ratios according to new profit sharing ratio. അപ്പൊ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് കേസ് ആണ്. അതായത് ഈ റിട്ടയർ ആയി പോണ ആൾക്ക് അപ്പൊ ഇതിൽ ലോൺ എന്ന് പറയുന്ന ഒരു സംഭവമേ വരില്ല. ലോൺ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്നർത്ഥം. ഓക്കെ, അത് ആലോചിക്കണം. റിട്ടയർമെന്റ് പറഞ്ഞാൽ പൊതുവെ ബൈ ഡീഫോൾട്ട് ലോണിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. റിട്ടയർ ആയി പോണ ആളുടെ ലോൺ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ ലോൺ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണ്ട? ട്രാൻസ്ഫർ ചെയ്യരുത്. എമൗണ്ട് ഇമീഡിയറ്റ്ലി സെറ്റിൽ ചെയ്യണം. എമൗണ്ട് എങ്ങനെ സെറ്റിൽ ചെയ്യണമെന്നാ പറയണം? അയാൾക്ക് കൊടുക്കേണ്ട എമൗണ്ട് ആര് കൊണ്ടുവരണം എന്നാ പറയണം? കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് കൊണ്ടുവരണം. സോ ആസ് ടു മേക്ക് ദിയർ ക്യാപിറ്റൽ പ്രൊപ്പോർഷനേറ്റ് ടു ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പൊ ഈസിയാണ്. നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുന്നു, ബാലൻസ് എത്രയുണ്ട് നോക്കുന്നു, 3 പാർട്ട്നേഴ്സിന്റെയും ബാലൻസിനെ ആഡ് ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമ്മൾ കണ്ടുപിടിക്കും. ഐ മീൻ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം കിട്ടും. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചെയ്യുമ്പോൾ എക്സ് എത്ര കൊണ്ടുവരണം, സെഡ് എത്ര കൊണ്ടുവരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ബാങ്കിൽ നിന്നും എടുത്ത് കൊടുക്കാം. ബാങ്ക് ബാലൻസ് ഷുഡ് നോട്ട് ബി ഡിസ്റ്റർബ്ഡ് എന്ന് പറഞ്ഞിട്ടില്ല അവിടെ. അപ്പൊ ബാങ്കിൽ നിന്നും എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? എമൗണ്ട് കൊടുക്കാവുന്നതാണ്. ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ അല്ലെ? ഇനി അടുത്ത് എന്താ പറയണേ? മെഷീനറി അക്കൗണ്ട്. എത്രയോ മെത്തേഡ് ഉണ്ട് പ്രൊവിഷൻ വെച്ചിട്ടുള്ളതും കാര്യം ഒക്കെ. പക്ഷെ അതൊന്നും ചോദിക്കാതെ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അതും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിന് വെറും 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആ ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാൻഡ് മെഷീനറിയാ വാങ്ങിച്ചിരിക്കുന്നത് 2 ലക്ഷം രൂപയ്ക്ക്. അതിന് 50,000 രൂപ റിപ്പയറിന് ചെലവാക്കി. അപ്പൊ 2,50,000 രൂപ. ആൻഡ് ഇത് കാലണ്ടർ ഇയർ ആണ്. എങ്ങനെ മനസ്സിലായി? ഡിസംബർ ആണ് ക്ലോസിംഗ് ഡേറ്റ്. ആൻഡ് കൂടാതെ അതേ വർഷം ജൂണിൽ അഡീഷണൽ മെഷീനറി വാങ്ങിച്ചു 3,50,000-ന്. ആൻഡ് അതിന്റെ ഇൻസ്റ്റലേഷൻ ചാർജ് 15,000. അപ്പൊ 3,65,000. ആൻഡ് അതിന്റെ റിപ്പയർ എപ്പോ നടത്തി? 1/4/2022 നടത്തി എന്നാ പറയുന്നത്. അപ്പൊ അത് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് അൺനെസസറി ഇൻഫർമേഷൻ ആണ്. കാരണം ഓൾറെഡി അത് വർക്കായി കഴിഞ്ഞു. ഇനി ആ സോൾഡ് സെക്കൻഡ് ഹാൻഡ് മെഷീനറി, ആദ്യം വാങ്ങിച്ച മെഷീനെയാണ് എന്ത് ചെയ്യണത്? വിൽക്കണത്. എപ്പോ? അടുത്ത വർഷം 30/6/2022 ജൂണില്. അതായത് ഒരു 6 മാസം നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയറിൽ ഒരു 6 months കഴിഞ്ഞിട്ട് എത്ര രൂപയ്ക്ക് വിറ്റു? 1,55,000. അപ്പോൾ ഇതിലൂടെ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് കണ്ടുപിടിക്കണം. റേറ്റ് അവർ തന്നിട്ടുണ്ട് 10%. ഇതിന്റെ ആൻസർ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. മെഷീനറി അക്കൗണ്ട് ആദ്യം 2,50,000 മാത്രമാണ് കാൽക്കുലേഷൻ എടുക്കുന്നത്. 25,000 ഡിപ്രീസിയേഷൻ 2,25,000. അതിനെ 6 മാസം ഉപയോഗിച്ചു. അതുവരെയുള്ള തേയ്മാനം 11,250. അപ്പോ നമ്മള് 2,13,750 രൂപയാണ് അത് വില നിന്നിരിക്കുന്നത്. അത് എന്ത് ചെയ്യാണ്? 1,50,000 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു? വിറ്റു. അപ്പൊ സ്വാഭാവികമായിട്ടും 58,750 രൂപയാണ് എന്ത്? നഷ്ടം വരുന്നത്. അപ്പോ ഈ കാൽക്കുലേഷനിലൂടെ നമുക്ക് മനസ്സിലായത് ഇതുവരെ ലോസ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം, അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഒരു മെഷീനെ മാത്രം കാണിക്കാൻ പറ്റൂലല്ലോ. എന്തായാലും വേറൊരു മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയും കൂടി തേയ്മാനമാണ് ഞാനിവിടെ മെഷീൻ 2 എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് വാങ്ങിച്ചിരിക്കുന്നത് ജൂണിലാണ് 2021. അതെന്തായാലും വിൽക്കുന്നില്ല. വിൽക്കുന്നത് ഒന്നാമത്തെ മെഷീൻ വാങ്ങിച്ചതിനെയാണ്. അതെപ്പോഴാ വിൽക്കുന്നത്? 2022 ജൂണിലാണ്. അപ്പൊ അതുവരെയുള്ള തേയ്മാനം നമ്മൾ കാണിച്ചു. ആൻഡ് അത് ലോസ് എത്ര രൂപയ്ക്കാ വിറ്റത്? 1,55,000. ആൻഡ് ലോസ് ആണ് വന്നിരിക്കുന്നത് 58,750. ഡിപ്രീസിയേഷൻ 34,675. എന്താണ്? റിമൈനിങ് മെഷീനറിയുടെ അഡീഷണൽ മെഷീനറിയുടെ തേയ്മാനമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇത്ര എളുപ്പമുള്ള ഒരു ചോദ്യം എക്സാമിന് വരും എന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതും 5 മാർക്കിന്. യൂഷ്വലി നമ്മൾ മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് ചെയ്യുമ്പോഴും മോഡൽ ടെസ്റ്റ് പേപ്പേഴ്സ് ചെയ്യുമ്പോഴും 15 മാർക്ക് 10 മാർക്ക് എന്നുള്ളതാണ്. കൺസൈൻമെന്റ് ആയിക്കോട്ടെ ഡിപ്രീസിയേഷൻ ആയിക്കോട്ടെ ഒരു മെന്റാലിറ്റി വെച്ച് പോവാറ്. ബട്ട് ദിസ് ഇസ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ബോക്സ്. ഓക്കെ, ആൻഡ് ഫൈൻ, വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ദാറ്റ് ഈസ് നമുക്ക് ഡിപ്രീസിയേഷനും കൂടി കഴിഞ്ഞിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് ആണ്. ഇത് ചെയ്തു തരേണ്ട ആവശ്യമില്ല, ഈസിയാണ്. ഇതിലിപ്പോ എവിടെയെങ്കിലും വിഡ്രോൺ ഫ്രം ബാങ്ക് ബൈ സെൽഫ് ചെക്ക് എന്നുള്ളതാണ് കൂടുതലും ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവുക. ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരച്ചിട്ടുണ്ടാവണം. ഡേറ്റ്, റെസീപ്റ്റ്, LF കോളം,
ആൻഡ് ക്യാഷ്, ബാങ്ക്, ഡിസ്കൗണ്ട് അലൗഡ്, ഡേറ്റ്, പേയ്മെന്റ്, LF കോളം, ക്യാഷ്, ബാങ്ക്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡെബിറ്റ്, ക്രെഡിറ്റ് എന്നുള്ളതെല്ലാം പക്കായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു സെൽഫ് ചെക്ക് മൂലം എന്ന് പറയുന്നത് ഒരു കോൺട്രാ എൻട്രി ആണ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് എന്നുള്ളത് മറക്കണ്ട. ആൻഡ് ഇവിടെ ഏറ്റവും അവസാനത്തെ കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ എത്രയാണോ ക്യാഷ് ഉള്ളത് ആ ക്യാഷിന്റെ 10,000 രൂപ മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന്. അപ്പൊ അതും ഒരു കോൺട്രാ എൻട്രി ആണ്. ഉദാഹരണത്തിന് പറയുകയാണ്, ഒരു 1,50,000 രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിന്ന് 10,000 രൂപ മാത്രം മാറ്റി വെച്ച് 1,40,000 ബാങ്കിലോട്ട് കൊടുക്കുന്നു എന്നർത്ഥം. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്യാഷിൽ എത്രയാ ബാലൻസ് വരിക? 10,000. ഇത് ഞാനൊരു എന്തായാലും ക്യാഷ് കോളത്തിൽ എത്ര തന്നെ ബാലൻസ് വരണം? 10,000 ബാലൻസ് വരാൻ പാടുള്ളൂ, നിങ്ങൾ എങ്ങനെ കണക്ക് ചെയ്താലും. ഓക്കെ, അപ്പോ ബാങ്ക് അക്കൗണ്ടിൽ ബാങ്ക് കോളത്തിൽ മാത്രം സെപ്പറേറ്റ് ആയിട്ടായിരിക്കും എന്ത് വരിക? ബാലൻസ് വരിക. പിന്നെ ഡിസ്കൗണ്ട് അലൗഡ് കോളത്തിനെയും ഡിസ്കൗണ്ട് റിസീവ്ഡ് കോളത്തിനെയും നിങ്ങൾ ടോട്ടൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ബാലൻസ് ചെയ്യരുത്. ഓക്കെ, ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ആൻഡ് വി ആർ ഓൺ ടു ദ ഫൈനൽ പാർട്ട് വേർ ഷെയറിന്റെ ക്വസ്റ്റ്യൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റീഇഷ്യൂ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ലാതെ വെറും 15 മാർക്കിന്റെ ചോദ്യം ക്യാൻസലേഷൻ എൻട്രി വരെ കാണിക്കേണ്ടത്, ഒപ്പം ഒരു അഡീഷണൽ എന്ന് പറയുന്നത് ക്യാഷ് ബുക്ക് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ക്യാഷ് ബുക്ക് എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ബാങ്കിന്റെ ഒരു എൻട്രി എഴുതണ്ട, അത് ക്യാഷ് ബുക്കിൽ കാണിച്ചാൽ മതി. ഡ്യൂ ആവണ എൻട്രി മാത്രം കാണിച്ചു പോയാൽ മാത്രം മതി. പക്ഷെ ഞാൻ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ആൻസർ സെറ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബാങ്കിന്റെ എൻട്രീസ് എഴുതിയിട്ടുണ്ട്. പകരം ഞാൻ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്ത് കാണിച്ചിട്ടില്ല. ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമാണല്ലോ, എൻട്രീസ് അറിയാമെങ്കിൽ അത് നോക്കിയിട്ട് ബാങ്കിന്റെ അങ്ങനെ എടുത്ത് ക്യാഷ് ബുക്കിൽ എഴുതിയാൽ മതി. ആൻഡ് 25,000 ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. 100 രൂപയാണ് ഒരു ഷെയറിന്റെ വാല്യൂ. പ്രീമിയം 25 രൂപയാണ്. അപ്ലിക്കേഷൻ 50 രൂപ ആൻഡ് അലോട്ട്മെന്റ് 50 രൂപ. അതിൽ പ്രീമിയം 25 രൂപയുണ്ട്. അപ്പൊ അലോട്ട്മെന്റ് ഒറിജിനൽ എമൗണ്ട് 25 രൂപയാണ്. ഫൈനൽ കോൾ 25, എല്ലാം കൂടി 125 വരുന്നുണ്ട്. 29,000 ഷെയറിനാണ് 25,000 ഷെയർ അങ്ങോട്ടേക്ക് അലോട്ട് ചെയ്ത് കൊടുത്തു. അപ്ലിക്കേഷൻ വന്നത് 29,000 ഷെയർ. അതിൽ 4,000 ഷെയറിനും എന്ത് ചെയ്ത് കൊടുത്തു? ലെറ്റർ ഓഫ് റിഗ്രറ്റ് കൊടുത്തു എന്നാ പറയണത്. ആൻഡ് ഇതിൽ പ്രോറാറ്റ എന്ന് പറയുന്ന സംഭവമേ വരുന്നില്ല, എക്സ്ട്രാ മണി ഒന്നും ഇല്ല എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ മണി ഒന്നും തന്നെ ഇല്ല. പിന്നെ ഒന്നും ചെയ്യേണ്ട, അപ്ലൈഡ്, അലോട്ടഡ്, വേറെ ഒരു രീതിയിലുള്ള കാൽക്കുലേഷൻ നമുക്ക് ആവശ്യമില്ല. ആൻഡ് നോർമലി ഷെയർ അപ്ലിക്കേഷൻ, ഷെയർ അലോട്ട്മെന്റ്, അതില് അലോട്ട്മെന്റിന്റെ എമൗണ്ട് ആര് തന്നിട്ടില്ല? ഒരു 150 ഷെയർ വാങ്ങിച്ച ഒരാൾ തന്നിട്ടില്ല. അയാളുടെ എക്സ്ട്രാ പൈസയൊന്നും നമ്മുടെ കയ്യിൽ ഇല്ല. നമ്മൾ എന്ത് ചെയ്യാൻ? ലൈക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വന്ന എക്സ്ട്രാ പൈസ ഒക്കെ തിരിച്ചു കൊടുത്തു. ആ കാറ്റഗറിയിൽ പെട്ട ആളല്ല ഇയാള്, അല്ലെ? ആൻഡ് കോൾ മണിയും തന്നിട്ടില്ല. അപ്പൊ കോൾസ് ഇൻ എരിയർ, ഉടനെ അയാളുടെ ഷെയർ ഫോർഫീറ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. റീഇഷ്യൂ ഇല്ല, ഒന്നുമില്ല, അല്ലെ? അപ്പൊ ഇതിന്റെ ആൻസർ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ഷെയർ അപ്ലിക്കേഷൻ 14,50,000. ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് 14,50,000 ടു ബാങ്ക് 2 lakh, ടു ഷെയർ ക്യാപിറ്റൽ 12,50,000. ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ, പ്രീമിയം ഉണ്ട്, പ്രീമിയത്തിനെ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുക. ഷെയർ അലോട്ട്മെന്റ് 12,42,500 ആണ്. കോൾസ് ഇൻ എരിയർ ഓപ്പൺ ചെയ്യാതെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ജേർണൽ എൻട്രി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് എഴുതേണ്ട ആവശ്യമില്ല, നേരെ ക്യാഷ് ബുക്കിലോട്ട് കാണിച്ചാൽ മതി കേട്ടോ. ഇക്വിറ്റി ഷെയർ കോൾ അക്കൗണ്ട് ഡെബിറ്റ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഡ്യൂ ആവണ എൻട്രി കിട്ടുന്ന സമയത്തും അതേ 150 ഷെയർ വാങ്ങിച്ച ആള് ഫസ്റ്റ് കോൾ തന്നിട്ടില്ല. ഉടനടി നമ്മൾ എന്ത് ചെയ്തു? ഷെയർ ക്യാൻസൽ ചെയ്യണം. ക്യാൻസലേഷന്റെ എൻട്രിയോട് കൂടി ആ ചോദ്യം അവസാനിക്കും. ഇത്രയേ ഉള്ളൂ. സെക്യൂരിറ്റി പ്രീമിയം കിട്ടിയിട്ടില്ല, ഒരാളുടെ കയ്യിൽ നിന്ന് സെക്യൂരിറ്റി പ്രീമിയം കിട്ടിയിട്ടില്ലെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്ത് കാണിക്കണം? ഡെബിറ്റ് ചെയ്ത് കാണിക്കണം ഉറപ്പായിട്ടും. കിട്ടിയാൽ കാണിക്കണ്ട, കിട്ടിയിട്ടില്ലെങ്കിൽ കാണിക്കണം എന്നുള്ളത് ലോജിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ദാറ്റ്സ് ഓൾ. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് വി ഹാവ് ടു give importance to is subfields of accounting, അല്ലെ? അക്കൗണ്ടിങ്ങിന്റെ സബ്ഫീൽഡ് എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോസ്റ്റ് അക്കൗണ്ടിംഗ്, മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിംഗ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ്, അതെല്ലാം മെൻഷൻ ചെയ്തിരിക്കണം. കാരണം 5 മാർക്കിന്റെ ആണ് കേട്ടോ. ഇതൊക്കെ കൊടുത്ത് അതിന്റെ ജസ്റ്റ് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മാർക്ക് ഇസ് ഓൾ യോഴ്സ്. സോ ഇതുവരെ ഇങ്ങനെ ഒരു പേപ്പർ കണ്ടിട്ടില്ല. കാരണം യൂഷ്വലി ഉണ്ടാവുന്നത് കുറച്ചൊന്ന് ഹാർഡാണ് എന്ന് പറയുന്ന കുട്ടികൾ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇത് കുറച്ചുകൂടി ലെങ്തി ആയി പോയി. കാരണം ഒന്നില്ലെങ്കിൽ 15 മാർക്ക് 5 മാർക്ക് എന്ന് പറയുന്ന അവിടെ 10, 5, 5 എന്നുള്ള പാറ്റേൺ ആണ് ഇവർ കൂടുതലും ഫോളോ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ അക്കൗണ്ട്സ് ക്വസ്റ്റ്യൻ പേപ്പറിന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചത്, അല്ലെ? ഇനി എന്തായാലും ഇതിനെക്കുറിച്ച് ബോധർ ചെയ്ത് ഞാൻ അത് എഴുതിയില്ല ഇത് എഴുതിയില്ല എന്നൊന്നും ചെയ്യേണ്ട. നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ഇതിനോടകം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ഇത്രയും മാസം യു മൈറ്റ് ഹാവ് പ്രിപ്പയർഡ് ഹാർഡ് day and night. So അതിന്റെ റിസൾട്ട് എന്തായാലും കിട്ടാതിരിക്കില്ല. Please do concentrate on your other examination. Thank you children.